ഹലോ ഗുഡ് ഈവനിങ് എവ്രി വൺ. ഇപ്പൊ നമ്മളെ യൂണിറ്റ് ടോക്ക് 45 ആണല്ലേ ഇന്ന്. നമ്മൾ എന്നും 8:15 കണ്ടക്ട് ചെയ്യാറുള്ളത്. ഇന്ന് കുറച്ച് ബിസികളല്ലേ, കുറച്ച് പ്രശ്നങ്ങൾ കാരണം നമ്മൾ 9 മണിക്ക് കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അല്ല ആദ്യം തന്നെ ക്ഷമ ചോദിക്കുകയാണ്. പക്ഷെ എന്നിരുന്നാലും നമ്മളെ കൺസിസ്റ്റന്റ് ആയി ചെയ്തു വരുന്ന ഒരു കാര്യം വെറുതെ ഒരു ദിവസം ഒഴിവാക്കണ്ടല്ലോ എന്നുള്ള ഇൻഡിവിജ്വൽ കുറേ ബുദ്ധിമുട്ടുണ്ടായിട്ടും സർ എന്താ ഓക്കെ വരുന്നതാണ്. ഇന്നത്തെ ടോപ്പിക് ആരെങ്കിലുമൊക്കെ നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നോ? പക്ഷേ ശരിക്കും ഇന്ന് സർ അതിന് ആപ്റ്റ് ആണ് കേട്ടോ, ആ ടോപ്പിക്കിൽ ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട്. കാരണം എന്നും ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ് പറയാറ്. എന്നിരുന്നാലും ഇന്ന് നമ്മളെ കൊടുത്തിട്ടുണ്ടായിരുന്നു മടിയുന്നില്ലായിരുന്നു. നമ്മളെ പലപ്പോഴും പല കാര്യങ്ങളും റെസ്ട്രിക്റ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മളെ തന്നെ ഇങ്ങനെ ഇല്ലാണ്ടാക്കി കൊണ്ടിരിക്കുന്ന മടി എന്നുള്ള കാര്യമാണല്ലോ ടോപ്പിക് കൊടുത്തിരുന്നത്. ഞാൻ ആപ്റ്റ് എന്ന് പറയാൻ കാരണം നമ്മൾ 8 മണിക്ക് തന്നെ മനസ്സിലായിട്ടുണ്ട്, 8:15 സെഷൻ, സോറി അതിന്റെ മുന്നേ നമുക്ക് അറിയായിരുന്നു നാളെ നമ്മളെ ഫെസ്റ്റ് നടക്കുന്ന കാരണം ബിസിയാണ്. അപ്പോൾ സെഷൻ എന്തായാലും വെച്ചു, പക്ഷെ ഒഴിവാക്കിയാലോ എന്നുള്ള പ്ലാനൊക്കെ ഒരു എത്തേണ്ട ഒരു കാര്യമായിരുന്നു. പക്ഷെ സാറ് പറഞ്ഞു കുഴപ്പമില്ല, നമുക്ക് എങ്ങനെയെങ്കിലും ചെയ്യാന്ന് പറഞ്ഞ് എന്താ പറയുക, അതുവരെ ആള് ബ്ലോക്കിലായിരുന്നു. അപ്പൊ കുറച്ചു മുന്നേ മാത്രമേ വീട്ടിലെത്തിയിട്ടുള്ളൂ. അപ്പൊ ആ ഡെഡിക്കേഷൻ നമ്മൾ എന്തെങ്കിലും അപ്രീഷിയേറ്റ് ചെയ്യേണ്ടി വരും. ആ ഒരു ടോപ്പിക് തന്നെയാണ് ഇന്ന് ക്ലാസ് എടുക്കുന്നത്. എന്തായാലും നമുക്ക് ഇനി കുറേ ഞാൻ നീട്ടിപ്പടുത്തിയൊന്നും പറയുന്നില്ല. അഫ്സൽ സാറിന്റെ കാര്യങ്ങളൊക്കെ ഉഷാറായി തന്നെ പറഞ്ഞു തരും. അപ്പൊ എല്ലാവരെയും സെഷനിലേക്ക് വെൽക്കം ചെയ്യണം കേട്ടോ. നമ്മൾ സ്ഥിരം കാണുന്ന ആളുകളെ കാണുന്നില്ല എന്ന്, ഡിലേ ലേറ്റ് ആയതുകൊണ്ടായിരിക്കും, കുഴപ്പമില്ല. എന്തായാലും നമുക്ക് സെഷൻ ജോയിൻ ചെയ്ത് എല്ലാവരുടെ താങ്ക്സ് അറിയിക്കാം കേട്ടോ. ലേറ്റ് ആയിട്ടും നിങ്ങളെ ടൈമൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് ഇവിടെ വന്നിരിക്കണ്ടല്ലോ. താങ്ക് യു സോ മച്ച്. എല്ലാവരും സെഷനിലേക്ക് വെൽക്കം ചെയ്ത് നമുക്ക് അഫ്സൽ സാറിന്റെ ക്ലാസ് എടുക്കാം ഇൻവൈറ്റ് ചെയ്യാം കേട്ടോ. വെൽക്കം സർ. താങ്ക് യു സോ മച്ച്. ഏതായാലും നമ്മൾ ഇത്ര ലേറ്റ് ആയിട്ടും കുറച്ച് ആളുകളൊക്കെ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഫ്രം ദി ബോട്ടം ഓഫ് അവർ ഹാർട്ട് താങ്ക് യു സോ മച്ച്. മുർഷിദ സെറ്റ് അല്ലേ? നാളെ ഇൻഷാ അല്ലാ. പിന്നെ നമ്മൾ ഇന്ന് ടോപ്പിക് വെച്ചിരുന്നത് ചില ശീലങ്ങൾ നമുക്ക് നല്ലതല്ല എന്നുള്ള രീതിയിലായിരുന്നു. ചില നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ഫോളോ ചെയ്യുന്ന ചില തരത്തിലുള്ള ബാഡ് ഹാബിറ്റ്സ് ഉണ്ടല്ലോ, ദുശ്ശീലങ്ങൾ എന്ന് പറയും. ആ ദുശ്ശീലങ്ങളാണല്ലോ പിന്നീട് അഡിക്ഷൻസ് ഒക്കെ ആയി മാറുന്നത്. അപ്പൊ അതിനെ പറ്റിയൊക്കെ അധികം പറയുന്നതിന്റെ മുന്നേ തന്നെ നമ്മൾ സാധാരണ എല്ലാ വീക്കിലും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഓരോരുത്തരും ഏത് ഡിസ്ട്രിക്റ്റിൽ നിന്നാണെന്ന് ജസ്റ്റ് ഒന്ന് താഴെ കമന്റ് ചെയ്യാൻ പറ്റുമോ? പുതിയ ആൾക്കാരൊക്കെ കാണുന്നുണ്ട്, അതുകൊണ്ടാണ്. സ്ഥലവും പേരും ഒന്ന് കിട്ടിയാൽ നമുക്കൊന്ന് പരിചയപ്പെടാനോ വിചാരിച്ചിട്ടാ. എന്റെ പേര് ഹഫ്സൽ മാജിദ്, കോഴിക്കോടാണെന്നാണ്. അഫീഫ വയനാട്, താങ്ക് യു. ഹസ്ന പാലക്കാട്, എന്തായ മെൻഷൻ ചെയ്യോ? അഷിത കണ്ണൂർ, ഫാത്തിമത്ത് സുഹറ പയ്യോളി. സുഹറാണെന്ന് അറിയാം, ചെയ്യാറുണ്ട്. അയാൾക്ക് എന്താണ് ടെക്നോ നദ മലപ്പുറം. ഇല്യാസ് കണ്ടില്ലേ? ഇല്യാസ് കൂട്ടുകര. ഓക്കെ, താങ്ക് യു സോ മച്ച്. എന്നാലും കുറച്ച് ആൾക്കാരെ റിപ്ലൈ തന്നിട്ടുണ്ട്. അപ്പോ നമ്മള് ചെറിയൊരു മെഡിറ്റേഷൻ ചെയ്യണം. ഇഷ്ന, മെഡിറ്റേഷന്റെ ആവശ്യമുണ്ടോ? അവരുടെ ലേറ്റ് ആയി പോയില്ല അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ചെറിയൊരു കഥ പറഞ്ഞു തുടങ്ങി. ഈ ദുശ്ശീലങ്ങളെ കുറിച്ചുള്ള ഒരു കഥ ഉണ്ട്. കഥ എന്ന് വെച്ചാല്, ഒരിക്കല് ഒരു സന്യാസി ഇങ്ങനെ ഒരു ഗാർഡനൊക്കെ ഉള്ള പുറത്തുള്ള ഒരു ഏരിയയിൽ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോ തന്റെ അടുത്ത് ഇരുന്നിട്ട്, ആ സന്യാസിന്റെ അടുത്ത് ഇരുന്നിട്ട് ഒരു കുട്ടി, വലിയ പ്രായമൊന്നുമില്ല, ഒരു 10-18 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ സിഗരറ്റ് വലിക്കുന്നുണ്ടായിരുന്നു. അപ്പോ സന്യാസി ഇങ്ങനെ അടുത്തേക്ക് ചെന്നിട്ട് ചോദിച്ച്, നമ്മളൊന്ന് ഈ ഉദ്യാനത്തിലൂടെ അല്ലെങ്കിൽ ഗാർഡനിലൂടെ നമ്മൾ ജസ്റ്റ് ഒന്ന് നടന്നു. ഗാർഡൻ മീൻസ് ചെറിയ പൂക്കൾ മാത്രമുള്ള ഗാർഡൻ അല്ല, അത്യാവശ്യം മരങ്ങളൊക്കെ ഉള്ള ഗാർഡനാണ്. അപ്പൊ നമ്മളൊന്ന് ഇതിലൂടെ നടന്നാലോ എന്നുള്ള രീതിയിൽ ചോദിച്ചു. അപ്പം ആൾക്ക് ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ കൊണ്ടുവരണം എന്നൊക്കെ ആഗ്രഹമുള്ള ഒരാൾ കൂടിയായിരുന്നു. അപ്പൊ നടക്കാലോ, കുഴപ്പമില്ല, സന്യാസിനോട് പറഞ്ഞപ്പോ അങ്ങനെ അവരിങ്ങനെ ഉദ്യാനത്തിലൂടെ ഇങ്ങനെ നടക്കുകയാണ്. ഞാൻ നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആദ്യം എന്തെങ്കിലുമൊക്കെ പഠിക്കണം എന്ന് ആഗ്രഹമുണ്ട് കുട്ടിക്ക്. അപ്പോ ആദ്യം തന്നെ സന്യാസി പറയും, ഒരു ചെറിയൊരു കള പറിക്കാൻ പറയും. ദാറ്റ് മീൻസ് നമ്മളെ ചെറിയ ആവശ്യമില്ലാത്ത ചെടികൾ ഉണ്ടാവില്ല നമ്മളുടെ ഗാർഡനിലൊക്കെ, ഈ എന്താണ് മുൾച്ചെടികൾ പോലുള്ള. അപ്പൊ അങ്ങനത്തെ ഒരു ചെറിയൊരു ചെടി പറഞ്ഞാൽ അതൊന്ന് പറിക്കിന്ന് പറയും. ആ കളയൊന്ന് പറിക്കാൻ പറയും. അപ്പോൾ സിമ്പിളായിട്ട് ഒരു 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 അപ്പം വിരലും ചൂണ്ടുവിരലും കൂട്ടിയിട്ട് ചെറിയ അതിങ്ങനെ പറിച്ചെടുത്തിട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറയും.
അപ്പൊ കുറച്ചും കൂടി നമ്മൾ കുറച്ചും കൂടി മുന്നോട്ട് നടക്കില്ലെന്നറിയും. കുറച്ചും കൂടി ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ മുന്നോട്ട് നടക്കുന്ന സമയത്ത് ഒരു കളയും കൂടെ കാണും. ഒരു കളയും ദാറ്റ് മീൻസ് കുറച്ചും കൂടെ ആദ്യം കണ്ടതിനെക്കാട്ടിലും കുറച്ചും കൂടെ ഒരു തിക്നെസ് ഉള്ള ഒരു ചെടിയായിരുന്നു അത്. ആവശ്യമില്ലാത്ത വലിയ ഒരു ബെനിഫിറ്റ് ഇല്ലാത്ത ടൈപ്പ് ചെടിയാണ്. അപ്പൊ അത് പറിക്കാൻ പറയും. അപ്പം ആദ്യത്തെ ചെടി പറിച്ച കള പറിച്ച അത്ര ഒരു ഈസിനെസ് രണ്ടാമത്തെ ചെടിക്ക് ഇല്ലായിരുന്നു. എന്ത് ആദ്യത്തെ രണ്ട് വിരലോട് മാത്രം പറിച്ചതാണെങ്കിൽ രണ്ടാമത്തെ ചെടി പറിച്ചത് എങ്ങനെയാണ്, ഒരു കൈ ഫുള്ള് യൂസ് ചെയ്തിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് വലിച്ച് പറിച്ചെടുത്ത്. അത് കുറെ ആവശ്യമില്ലാത്ത ചെടിയായിരുന്നു ആ ഗാർഡനിൽ ഉദ്യാനത്തിൽ ആവശ്യമില്ലാത്തായിരുന്നു. കുറച്ചും കൂടി മുന്നോട്ട് പോയപ്പോ അതേപോലെ വേറെ കുറച്ചും കൂടി തടിയുള്ള ഒരു കള കണ്ടിട്ട് സന്യാസി പറയും അതൊന്ന് പറിക്കുമോ ചോദിക്കും. അപ്പം ഈ ആദ്യത്തെ പോലെ ഒരു കൈ വെച്ച് നോക്കി, അത് നടക്കുന്നില്ല. അപ്പൊ രണ്ട് കൈ വെച്ച് ഫുൾ ഫോഴ്സ് വെച്ചിട്ട് എന്ത് ചെയ്ത് ആ കള പറിച്ചെടുത്ത്. പിന്നെ കുറച്ചും കൂടി മുന്നോട്ട് പോയപ്പോ സന്യാസി പറഞ്ഞ് ഏകദേശം ഒരു മരം പോലെ തന്നെയുള്ള ഒരു ഇതാണ്. ഇങ്ങനെ നമ്മള് പറയാ ഈ ഇതിന്റെ മരം ഉണ്ടാവില്ലേ, ഈ ചൊറിയുന്ന പാറോത്തിന്റെ ഇല നമ്മുടെ നാട്ടിലേക്ക് പറയാ. ചൊറിയുന്നൊരു ഇല. നിങ്ങളുടെ നാട്ടിലേക്ക് നിങ്ങളുടെ നാട്ടിലേക്ക് എന്താ പറയാന്നറിയില്ല. അപ്പൊ അതിന്റെ ഒരു മരം ഇങ്ങനെ കാണാം. അതൊന്ന് പറിച്ചെടുക്കാൻ പറയും. കുറച്ച് അത്യാവശ്യം വലുപ്പം വെച്ച മരമായിരുന്നു. അപ്പൊ ഈ കുട്ടി എന്ത് ചെയ്യും, അത് രണ്ട് കൈ വെച്ച് ഫുൾ പവർ യൂസ് ചെയ്തിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. അപ്പോ ആൾക്ക് മനസ്സിലാവും ഇത് നടക്കുന്ന കേസല്ല എന്നുള്ളത് മനസ്സിലാവും. അപ്പോ ഒറ്റ മിനിറ്റ്, ഒറ്റ സെക്കൻഡ്. സോറി കേട്ടോ. അത് നാളെ പ്രോഗ്രാം നടക്കാൻ ഇങ്ങോട്ട് ഒരു കോള് വന്നാണ്, അവിടുത്തെ ഒരു അറേഞ്ച്മെന്റിന്റെ കാര്യം ചോദിച്ചിട്ട്. അപ്പോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പൊ നാലാമത്തെ ഒരു ചെടി പറിച്ചെടുക്കാൻ പറഞ്ഞ സമയത്ത് രണ്ട് കൈ ഉപയോഗിച്ച് ഫുൾ പവർ യൂസ് ചെയ്തിട്ട് ആ കുട്ടി പറിക്കാൻ നോക്കുകയാണ്. പക്ഷെ അത് നടക്കുന്നില്ല. എന്താ സംഭവിച്ചാൽ അത്രയും അതിന്റെ വേരുകൾ അത്രയും ആഴത്തിൽ ഇറങ്ങിപ്പോയിരുന്നു. അപ്പോ ആ സമയത്ത് ഇത് നടക്കുന്നില്ല എന്ന് സന്യാസിനോട് പറയുന്ന സമയത്ത് സന്യാസി പറയുന്നൊരു വാക്കുണ്ട്, മോനെ ഇപ്പം ഈ കള പറിച്ചില്ലേ അതേപോലെ തന്നെയാണ് നിന്റെ ഈ പുകവലി എന്ന ശീലവും. എന്താ സംഭവം, എത്രത്തോളം കാലം നീ ഇത് കണ്ടിന്യൂസ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നോ അതിനനുസരിച്ച് ആ ശീലം നിന്റെ മനസ്സിലും ശരീരത്തിലും അതിങ്ങനെ ആഴത്തിൽ ഇറങ്ങി പിടിച്ചിട്ടുണ്ടാവും. പിന്നെ അത് ഒഴിവാക്കി എടുക്കുക എന്ന് പറഞ്ഞാൽ ചില്ലറ അധ്വാനം അല്ല ഉണ്ടാവുക എന്നുള്ള രീതിയിൽ പറഞ്ഞു കൊടുക്കുകയാണ്. ദാറ്റ് മീൻസ് അങ്ങനെ എന്തെങ്കിലും ഒരു ബാഡ് ഹാബിറ്റ് നമ്മൾ നമ്മളുടെ ജീവിതത്തിൽ പുലർത്തി കഴിഞ്ഞാൽ അത് തുടങ്ങാൻ നല്ല എളുപ്പമായിരിക്കും. എന്തെങ്കിലും ഒരു രസത്തിന് ചിലപ്പം ഇപ്പം ബാഡ് ഹാബിറ്റ്സിനെ പറ്റി പറയുന്ന സമയത്ത് ഞാനൊന്ന് അൺമ്യൂട്ട് ചെയ്യാം. എല്ലാവർക്കും അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാനല്ലേ? ഇജാസ് ബ്രോ അസ്സലാമു അലൈക്കും. നമ്മളെ ട്രെയിനേഴ്സ് ട്രെയിനിങ് പ്രോഗ്രാമിലെ സ്റ്റുഡൻസ് ഒക്കെ ഉണ്ട്. താങ്ക് യു കേട്ടോ. പിന്നെ എന്ത് ചെയ്യുന്നറിയോ, നിങ്ങളുടെ ജീവിതത്തില് നിങ്ങൾ ചെയ്യുന്നതായിട്ടോ അല്ലെങ്കിൽ മറ്റുള്ളവർ ചെയ്യുന്നതായിട്ടോ കണ്ടിട്ടുള്ള മോശമായിട്ടുള്ള ഹാബിറ്റുകളെ കുറിച്ച് പറയാൻ പറ്റുമോ? ഏതൊക്കെ തലത്തിൽ ആളുകളുടെ ചിന്ത പോവാറുണ്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ടാട്ടോ. ഒന്ന് ഞാനിപ്പോ എക്സാമ്പിൾസ് പറയാം. ഒന്ന് സ്മോക്കിംഗ് ആണ്, ഒന്ന് ആൽക്കഹോൾ ആണ്, ഒന്ന് പോണാണ്,
ഒന്ന് ഓവർ തിങ്കിങ് ആണ്. ഇതേപോലെ വേറെ എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളത്? എന്തെങ്കിലും അഡിക്ഷൻസ് ആയിട്ട് ഇപ്പം ഒരു ദുശ്ശീലം, ഒരു ദുഷിച്ച ശീലം കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന സമയത്ത്, അല്ലെങ്കിൽ നമുക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ് അഡിക്ഷൻ എന്ന് പറയുന്നത്. ഇതേപോലെ എന്തൊക്കെ ദുശ്ശീലങ്ങളാ മനുഷ്യന്മാർക്ക് ഉണ്ടാവുക? എക്സാമ്പിളുകൾ ഒന്ന് വോയിസിൽ ഒന്ന് പറയാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും മാറ്റിയെടുക്കണം. ഓവർ ഫുഡ്, യെസ്, അതൊരു അഡിക്ഷൻ ആണ്. യെസ്, അതൊരു ദുശ്ശീലാണ്, ബാഡ് ഹാബിറ്റ് ആണ്. പിന്നെന്താ ഉള്ളത്? ഫോൺ അഡിക്ഷൻ, ഇലിയാസ് റെഡി. അടുത്തത് ഉറക്കം, കറക്റ്റ്, ഉറക്കം കിട്ടാത്തത്, കറക്റ്റ്. ഓക്കെ, അടുത്തത്. ഇപ്പൊ സത്യം പറഞ്ഞാൽ ആ ഒരു പ്രശ്നം ഇപ്പൊ എനിക്കും ഉണ്ട് സത്യം പറഞ്ഞാല്. ഉറക്കം കൂടുതലുള്ളതുണ്ട്. യെസ്, സത്യം പറഞ്ഞാൽ കറക്റ്റ് ആണ്. ഉറക്കം കൂടുതലുള്ളതുണ്ട്, കറക്റ്റ് ആണ്. അതാ, ആരാ സംസാരിക്കുന്നത് കേൾക്കുന്നില്ല. ആരാ സംസാരിക്കുന്നത്? ഷബന മാമാ? വോയിസ് കട്ടായി പോകുന്നുണ്ട്. പ്രശ്നം എങ്ങനെ? ഓക്കെ, ഉറക്കം മതിയാവാത്ത പ്രോബ്ലം ഒന്നുമില്ലേ? ഓക്കെ. എല്ലാവരും ഉറക്കവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണല്ലോ പറയുന്നത്. വേറെന്താ ഉള്ളത്? ജഡ്ജ്മെന്റ് എഴുതിയിട്ടുണ്ട് ഇവിടെ. ജഡ്ജ്മെന്റ്, മറ്റുള്ളവരെ വെറുതെ ഒരു പെട്ടെന്ന് കാണുമ്പോൾ തന്നെ ജഡ്ജ് ചെയ്യുന്ന സ്വഭാവം അല്ലെ? വിസ്ന, ഇപ്പൊ വന്ന രണ്ടാളും പുതിയ ആൾക്കാരാ? ഇത് അഡ്മിഷൻ എടുത്തോ? ഓക്കെ, സന്തോഷം. നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ്, ഓക്കെ. കളവ് പറയുന്നത്, ഓക്കെ. ഐജാസ് ബ്രോ പറഞ്ഞത് കറക്റ്റാണ്. വെർബൽ അബ്യൂസ്, മോശമായിട്ടുള്ള വാക്കുകൾ, തെറി ഉപയോഗിക്കുന്നത്, കറക്റ്റാണ്. പിന്നെന്താ ഉള്ളത്? പല പല ദുശീലങ്ങൾ എന്താ മനുഷ്യന്മാർക്കില്ലേ? ജലസ്, അസൂയ, ഓക്കെ. പിന്നെ വേറെ ഏതാ ഉള്ളത്? ക്രൈങ് ഒരു ബാഡ് ഹാബിറ്റ് ആണ്. ചില ആൾക്കാർ വെറുതെ കണ്ടതിന് പിടിച്ചതിനൊക്കെ കരയൂലേ? തൊട്ടതിന് പിടിച്ചാലോ, ഓരോ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. സാറ് നമ്മളാണോ പുതിയ ആൾക്കാരെ അയച്ചത്? എങ്ങനെ? സാർ പുതിയ ആൾക്കാരെ ചോദിച്ചില്ലേ? അല്ലല്ല, അത് ഞാനിവിടെ ഞാന് വോയിസ് ബ്രേക്ക് ആയിട്ടുണ്ടായിരുന്നു, പിന്നെ എനിക്ക് കേൾക്കുന്നില്ലായിരുന്നു. അല്ലല്ല, ഞാനിവിടെ ഗൂഗിൾ പേയിൽ പേയ്മെന്റ് കയറി കണ്ടപ്പോ പുതിയ ആൾക്കാർ ജോയിൻ ചെയ്തതാണോ അല്ലെങ്കിൽ ബാലൻസ് പേയ്മെന്റ് ചെയ്തതാണോ എന്ന് ചോദിച്ചതാണ്. നാളത്തെ പ്രോഗ്രാമിന്റെ നാളെ നമ്മളുടെ ഒരു യൂണിക്നെസ് ഫെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള 4ാമത്തെ പ്രോഗ്രാം നടക്കുന്നുണ്ട്. അതിന്റെ രജിസ്ട്രേഷൻസ് നടന്നുകൊടുക്കുകയാണ്. അപ്പം നമ്മളെ ടീം മെമ്പർ പേയ്മെന്റ് അയച്ചപ്പോൾ ചോദിച്ചതാണ്, വേറെ ഒന്നുമില്ല. ഓക്കെ, ക്രൈങ് ആണ് വേറൊന്ന് പറഞ്ഞത്, ഇജാസ്പ്രോ പറഞ്ഞത്. ഓക്കെ, ഞാൻ ഇപ്പം പല പല മേഖലകളിലുള്ള ഈ ചീത്ത ശീലങ്ങളെ കുറിച്ച് ഇപ്പൊ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമുക്ക് ലൈഫിൽ ശരിക്കും 4 കാറ്റഗറി ആയിട്ട് നമ്മളുടെ ബാഡ് ഹാബിറ്റ്സിനെ നമുക്ക് ഗ്രോത്ത് കൊണ്ടുവരാൻ പറ്റാത്തതും മടി വരുന്നതിന്റെ ഒക്കെ കാരണം എന്ന് വെച്ചാൽ നമ്മൾ ജീവിതത്തിൽ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന ചില ഹാബിറ്റുകളാണ്, ചില ശീലങ്ങളാണ്. ആ ശീലങ്ങളെ കുറിച്ചാണ് നമ്മളിപ്പോൾ സംസാരിക്കാൻ പോകുന്നത്. 4 തരത്തിലുള്ള ശീലങ്ങളുണ്ട് നമ്മളുടെ ലൈഫിൽ ഗ്രോത്തിനെ ബാധിക്കുന്ന രീതിയിലുള്ള. യാസ്പ്രോ ഇവിടെ വീഡിയോ മോഡിലൊക്കെ വന്നിട്ട് ഞാനിങ്ങനെ പിന്നെ ഇതില്ല, ശരിയില്ല. താങ്ക് യു. അപ്പൊ 4 വെച്ചാല് മെന്റൽ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുണ്ട്, ഫിസിക്കൽ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുണ്ട്, സോഷ്യൽ ഓർ റിലേഷൻഷിപ്പ് റിലേറ്റഡ് ആയിട്ടുണ്ട്, പ്രൊഡക്ടിവിറ്റി റിലേറ്റഡ്. 4 തരത്തിലുള്ള ദുശീലങ്ങളുണ്ട് നമ്മൾ ജീവിതത്തിൽ ഫോളോ ചെയ്യുന്നതായിട്ടുള്ള. അതിൽ ആദ്യത്തേതാണ് മെന്റൽ ഹെൽത്ത് റിലേറ്റഡ്. അതിൽ നിങ്ങൾ ആരും പറയാത്ത ഒരു ദുശീലം ഉണ്ട്, എന്തെന്നറിയോ? പ്രൊക്രാസ്റ്റിനേഷൻ എന്ന് പറയും. നമ്മൾ ഇങ്ങനെ നീട്ടി വെക്കുന്ന പരിപാടി. നാളെ ചെയ്താലോ, അല്ലെ മറ്റന്നാൾ ചെയ്താലോ, 1-ാം തീയതി തുടങ്ങാം, അല്ലെ ഈ കൊല്ലം തുടക്കത്തിൽ, അടുത്ത കൊല്ലം തുടക്കത്തിൽ തുടങ്ങാന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ചില ആൾക്കാരുണ്ട്, ഇപ്പൊ ജിമ്മിനൊക്കെ പോകുന്ന ആൾക്കാർ കറക്റ്റ് ദിവസവും കറക്റ്റ് ഭക്ഷണമൊക്കെ കഴിച്ച് ജിമ്മിനൊക്കെ പോകുന്ന ആൾക്കാരൊക്കെ നമ്മുടെ കാണുന്നുണ്ട്. അപ്പൊ ചില ആൾക്കാർക്ക് എന്താ പറയാ, ശീലങ്ങൾ നല്ല രീതിയിൽ ഫോളോ ചെയ്ത് പോകാൻ പറ്റും. ചില ആൾക്കാർ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അത് കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യാൻ പറ്റാതെ നീട്ടി വെക്കുന്നത് ഒരു ദുശീലമാണ്. നമുക്കത് മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്, ദുശീലത്തിൽ പെട്ട ഒരു കാര്യമാണ് പ്രൊക്രാസ്റ്റിനേഷൻ എന്ന് പറയുന്നത്, നീട്ടിവെക്കാം. പിന്നുള്ളതാണ് എക്സസീവ് ആയിട്ടുള്ള സ്ക്രീൻ ടൈം.
എന്തിനും അതിന്റെ ആൾക്കാരെ ഞാൻ ഇവിടെ കാണുന്നുണ്ട്, ഏറ്റവും കൂടുതൽ സ്ക്രീൻ ടൈം വരുന്ന ആൾക്കാർ. അതിന്റെ ഒരു കാരണം ഞാനായതുകൊണ്ട് ഞാനൊന്നും പറയൂല, അത്രേ ഉള്ളൂ. ശരിയാവും, നമുക്ക് അത് സ്പ്ലിറ്റ് ചെയ്യാം. പിന്നെ വേറൊരു നമ്മള് എന്താ പറയാ, ഈ കുട്ടികളുടെ കേസൊക്കെ എടുത്തു നോക്കിയാല് ഒരുപാട് ഇപ്പം ഭക്ഷണം കഴിക്കണമെങ്കിലും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യണമെങ്കിലും ഒക്കെ ഫുഡ് കഴിക്കണമെങ്കിലും എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യണമെങ്കിൽ ഫോൺ വേണമെന്ന് പറയും കുട്ടികൾ. അത് കുട്ടികൾ മാത്രമല്ല, നമ്മളടക്കം ഇപ്പൊ ഫുഡ് കഴിക്കുന്ന സമയത്ത് പോലും അടുത്തുള്ള ആൾക്കാരോട് സംസാരിക്കാൻ പോലും നമുക്ക് സമയത്ത്, നമ്മൾ ഫുഡ് കഴിക്കുക ഒറ്റക്കാണെങ്കിലും അല്ലെങ്കിൽ ഒക്കെ അറിയാണ്ട് നമ്മൾ ഇങ്ങനെ ഫുഡ് കഴിക്കുന്നതിലേക്ക് ശ്രദ്ധിക്കാൻ നമുക്ക് പറ്റാറില്ല. പിന്നെയുള്ള ഒരു കാര്യമാണ്, നിങ്ങൾ ആരും ഇതുവരെ പറഞ്ഞിട്ടില്ല, നെഗറ്റീവ് സെൽഫ് ടോക്ക് എന്ന് പറയും. സ്വയത്തെ പറ്റി ഇങ്ങനെ കുറ്റം പറയാം, ആവശ്യമില്ലാണ്ട് ഓരോന്ന് ഇങ്ങനെ, ഞാൻ എങ്ങനെയാണ്, എനിക്ക് അത്രേ ചെയ്യാൻ പറ്റൂ, അല്ലെങ്കിൽ ഞാൻ അന്ന് അങ്ങനെ മിസ്റ്റേക്ക് പറ്റിപ്പോയി, അതുകൊണ്ട് ഞാൻ ഇനിയിപ്പം എങ്ങനെ നന്നാവുക, നന്നായിട്ട് കാര്യമൊന്നുമില്ലല്ലോ, എനിക്ക് എല്ലാവരും അറിഞ്ഞു പോയില്ല ഞാൻ തെറ്റ് ചെയ്തത്, അത് ഇതെന്നും പറഞ്ഞിട്ട് സെൽഫിനെ പറ്റി ഇങ്ങനെ, എനിക്ക് അത്ര കഴിവൊന്നുമില്ല, ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ ജീവിതത്തിൽ, ആ രീതിയിലൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. നെഗറ്റീവ് സെൽഫ് ടോക്ക്, അതും എന്താണ്, മെന്റൽ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ബാഡ് ഹാബിറ്റ് ആണ്. പിന്നുള്ളതാണ് മിസ്ന ഹോസ്റ്റ് ആക്കി, ഞാൻ ഹോസ്റ്റ് ആണോ, കോ ഹോസ്റ്റ് ആണോ? ഓക്കെ, താങ്ക് യു. പിന്നെ മെന്റൽ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ളതാണ് ഓവർ തിങ്കിങ് എന്ന് പറയുന്നത്. ആവശ്യമില്ലാണ്ട് ഇങ്ങനെ, അത് നടക്കാന് 1% ചാൻസ് ഒക്കെ ഉണ്ടാവും കേട്ടോ, എന്നിട്ടും അതിങ്ങനെ ആലോചിച്ച് ടെൻഷൻ അടിച്ച് ചെന്ന് നോക്കുമ്പോൾ ഒരു പ്രശ്നമായിട്ട് നടന്നിട്ടുമുണ്ട്. പക്ഷെ ചില ആൾക്കാർ അത് ചിന്തിച്ച് ലൈഫിലേക്ക് വലിച്ച് എത്തിക്കുന്നവരും ഉണ്ട് കേട്ടോ. അപ്പൊ ഈ ഓവർ തിങ്കിങ്, എന്തെങ്കിലും നല്ലൊരു കാര്യം ജീവിതത്തിൽ നടന്നു കഴിഞ്ഞാൽ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് ചിന്തിക്കൂലേ, പക്ഷെ എന്തെങ്കിലും ഒരു മോശമായിട്ട് ആരെങ്കിലും നമ്മളെ പറ്റി ഒരു മോശം പറയുക, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് പറ്റിയത് മറ്റു ആൾക്കാർ കണ്ടു കഴിഞ്ഞാലൊക്കെ, ആരെങ്കിലും നമ്മളെ മറ്റുള്ള ആളുകളുടെ ഇടയിൽ ഇട്ട് കുറ്റപ്പെടുത്തുക, അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ, അത് പിന്നെ റിപ്പീറ്റഡ് ആയിട്ട് ചിന്തിച്ചിട്ട് നമ്മളുടെ മനസ്സിനെ തന്നെ വേദനിപ്പിക്കും. ആള് നമ്മളോട് ദ്രോഹം ചെയ്യുന്ന ആള് ഒരു തവണ മാത്രമേ ദ്രോഹം ചെയ്തിട്ടുണ്ടാവും, പക്ഷെ നമ്മളത് റിപ്പീറ്റഡ് ആയിട്ട് ചിന്തിച്ചിട്ട് നമ്മളുടെ മനസ്സിന് 1000 2000 തവണ വേദനിപ്പിക്കും. ചിലപ്പോ പണ്ടെന്നോ നടന്ന കാര്യങ്ങൾ ഇപ്പോഴും മനസ്സിൽ വെച്ചിട്ട് പുറത്തു കൊടുക്കായോ, അല്ലെങ്കിൽ അതിങ്ങനെ മൈൻഡിൽ വെച്ച് ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. പിന്നുള്ള രണ്ടാമത്തെ കേസാണ് ഫിസിക്കൽ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ദുശീലങ്ങൾ. അതിൽ നമ്മൾ പറഞ്ഞിരുന്നു, നേരത്തെ പറഞ്ഞത് സ്മോക്കിങ്, ആൽക്കഹോള്, ഡ്രഗ്സ്, പോണ്, പിന്നെ ഓവർ ഈറ്റിംഗ്, ജങ്ക് ഫുഡ് അധികം കഴിച്ചിട്ട് വയറാകെ ഫുള്ളാക്കി വെച്ചിട്ട്, പിന്നെ തീരെ എക്സസൈസ് ചെയ്യാതിരിക്കുന്നതും ഒരു ദുശീലമാണ്. പിന്നെ ഉള്ളതാണ് പോർ സ്ലീപ്പ് പാറ്റേൺസ്, അത് നേരത്തെ ഒരാൾ പറഞ്ഞിരുന്നു. അപ്പൊ ഇതൊക്കെ ഫിസിക്കൽ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. മൂന്നാമത്തതാണ് സോഷ്യൽ ഓർ റിലേഷൻഷിപ്പ് റിലേറ്റഡ്. ഇതാരും പറഞ്ഞിട്ടില്ല കേട്ടോ. അപ്പൊ ഞാനെങ്കിൽ ഇതിനെക്കുറിച്ച് ഇങ്ങനെ ഒന്നും കൂടെ ഡെപ്തിൽ പഠിച്ച സമയത്താണ് ഓരോ പോയിന്റുകൾ കിട്ടിയത് കേട്ടോ, അതുകൊണ്ട് പറയാം. ഇത് നേരത്തെ ആരും പറഞ്ഞു, ഗോസിപ്പിങ് എങ്ങനെയാ, നമ്മളിങ്ങനെ അറിയാതെ ഫ്രണ്ട്സിന്റെ ഇടയിലൊക്കെ പോകുമ്പോൾ മറ്റുള്ളവരെ പറ്റി ഇങ്ങനെ വേറെ ഏതെങ്കിലും ഫ്രണ്ടിനെ പിടിച്ചിട്ട് ഇങ്ങനെ അവരെ പച്ചർച്ച് ഇങ്ങനെ കഴിക്കും. അവരുടെ ആവശ്യം ഉണ്ടല്ലോ നമുക്ക്, അതിങ്ങനെ നമുക്കൊരു രസമാണ്, ഇങ്ങനെ വെറുതെ ഇങ്ങനെ മറ്റുള്ള ആൾക്കാരുടെ ഒരു കുറ്റം പറയാന്ന് പറയുന്നത്, അതും ഒരു ബാഡ് ഹാബിറ്റ് ആണ്. അത് ചിലപ്പോൾ ചില ആൾക്കാരെ, ഒട്ടുമിക്ക ആൾക്കാരുടെ ജീവിതത്തിലുള്ളതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത്, വളരെ കുറച്ച് ആൾക്കാരെ ഉണ്ടാവും. പിന്നെ ഇന്ററപ്റ്റിങ് അതേഴ്സ്, ആരെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ വിചാരിച്ചിട്ടുണ്ട്, അതെങ്ങനെങ്കിലും നല്ലൊരു കാര്യമാണെങ്കിൽ അതെങ്ങനെങ്കിലും മുടക്കാൻ നോക്കുന്ന ചില ആൾക്കാർക്ക് ഒരു ഇഷ്ടമുള്ള കാര്യമില്ല. ഒരു എന്തെങ്കിലും ഒന്ന് എക്സസൈസിന്, ഒന്ന് ജിമ്മിന് പോവാനോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് സ്പോർട്സ് റിലേറ്റഡ് എന്തെങ്കിലും കാര്യത്തിനോ, എന്തെങ്കിലും പഠിക്കാൻ ഇരിക്കട്ടെ എന്തെങ്കിലും പറഞ്ഞാൽ അത് മുടക്കാനുള്ള എന്തെങ്കിലും ഒരു വെറൈറ്റി പ്ലാനുമായിട്ട് വരും. അങ്ങനത്തെ ആൾക്കാരുണ്ട്. ഈ ജാസ്പ്രോ അല്ലേ, നിങ്ങളെ ഫ്രണ്ട്സിൽ തന്നെ ഉണ്ടാവും ചില ആൾക്കാർ. ജിമ്മിനൊക്കെ പോവാന്ന് പറഞ്ഞാൽ ജിമ്മിനൊക്കെ പോയിട്ട് എന്താടോ, എന്ത് കാര്യമാണെന്നൊക്കെ ചോദിക്കും ചില ആൾക്കാർ, വെറുതെ ഒരു ആവശ്യമില്ല. പിന്നുള്ളതാണ് എല്ലാ സമയത്തും വെറുതെ ലേറ്റ് ആവുക, തീരെ ഒരു സമയത്തും കറക്റ്റ് സമയത്ത് വരാതിരിക്കുന്ന ആൾക്കാരുണ്ട്. ചില ആൾക്കാർ ഇവിടെ ഉണ്ട്, പക്ഷെ നാളെ നേരത്തെ വരുന്നാണ് വിചാരിക്കുന്നത്. പിന്നെ പിന്നെ അല്ലട്ടെ, ആ തമാശ പറഞ്ഞത്. അല്ല, നാളെ നേരത്തെ എത്തും മുർഷിക്കൂടൻ. പിന്നുള്ളതാണ്
എന്തെങ്കിലും ഒരു കാര്യം മുർഷിദ് എന്താ പറഞ്ഞോ? അതന്നെ ഞാൻ അവിടെ ഒപ്പുള്ളത് നേരത്തെ അവിടെ എത്തിയിരിക്കും. ഇൻഷാ അല്ലാഹ്. കുറച്ച് സഹായിക്കും. പിന്നെയുള്ള ഒരു കാര്യമാണ്, ആരെങ്കിലും ഒന്ന് സംസാരിക്കുന്ന സമയത്ത് അത് കറക്റ്റ് കേൾക്കാൻ റെഡി ഇല്ലാതെ ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ട്, മീൻസ് ഫുള്ള് കാര്യങ്ങൾ കേൾക്കാതെ അങ്ങോട്ട് കയറി സംസാരിക്കുന്ന സ്വഭാവം, അതും ഒരു ദുശ്ശീലമാണ്. ചില ആൾക്കാർക്ക് കേട്ട് നിൽക്കാൻ തീരെ കഴിവുണ്ടാവില്ല. ദാറ്റ് മീൻസ് അവർക്ക് അങ്ങോട്ട് അവരുടെ കാര്യങ്ങൾ അങ്ങനെ അങ്ങോട്ട് പറഞ്ഞുകൊണ്ടേ ഇരിക്കണം. അതും എന്താണ്, സോഷ്യൽ ഓർ റിലേഷൻഷിപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ദുശ്ശീലമാണ്. ഫുഡടിക്കാൻ പോവാ, ഡയലോഗ് ഡയറ്റിങ്. അതന്നെ ഡയറ്റിംഗ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർ പാടാ പോവാ, നമ്മള് മന്തി കഴിക്കുക, അല്ലെ ഷവർമ കഴിക്കുക, അല്ലെ ഷവായ കഴിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വിളിക്കും. കൊതിയാവുകയും ചെയ്യും, പോകാനായിട്ട് പറ്റില്ല എന്നുള്ള അവസ്ഥ. അടുത്തതാണ് പ്രൊഡക്ടിവിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ദുശ്ശീലമാണ് മൾട്ടി ടാസ്കിംഗ് എന്ന് പറയും. നമ്മൾ ഒരു കാര്യത്തിന് പകരം ഒരുപാട് കാര്യങ്ങൾ, പിന്നെ ഞാൻ അതിന്റെ ഭാഗമായതുകൊണ്ട് തന്നെ ഞാൻ അധികം പറയുന്നില്ല, ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ഒരുമിച്ച് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അതും ഒരു ദുശ്ശീലമാണ് ജീവിതത്തിൽ. ശരിക്കും നമ്മളത് ഇങ്ങനെ ഒരു സമയം വരെ ഓക്കെയാണ്, പിന്നെ മെല്ലെ മെല്ലെ അത് ഡെലിഗേറ്റ് ചെയ്ത് സെറ്റ് ചെയ്യണം. രണ്ടാമത്തതാണ് ഫോൺ സ്ഥിരമായിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നതും ഒരു പ്രൊഡക്ടിവിറ്റി റിലേറ്റഡ് ആണ്. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മതി, എന്തെങ്കിലും ഒന്ന് എന്തെങ്കിലും ഒരു ബുക്ക് എടുത്ത് വായിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എന്തെങ്കിലും ഒന്ന് എഴുതാനൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ ചില സമയത്ത് നമുക്ക് എത്ര എഴുതിയിട്ടും ഒരു പേജ് പോലും തീരൂല. അറിയാതെ ഫോണ് നോട്ടിഫിക്കേഷൻ വരും, അപ്പോൾ അറിയാതെ എടുത്ത് നോക്കും, പിന്നെ അവിടെ വെക്കും, പിന്നെ എഴുതി തുടങ്ങും. 2 സെന്റൻസ് ആകുമ്പോഴത്തേനും 2 വാക്കാകുമ്പോഴത്തേനും പിന്നെ അടിയും, അല്ലെങ്കിൽ ലൈറ്റ് കത്തും. അപ്പോൾ ഇതൊന്ന് നോക്കും, പിന്നെ കുറച്ച് നേരം റീലിലേക്ക് പോകും, പിന്നെ ഒന്ന് വാട്സപ്പിൽ പോകും, പിന്നെ ഒന്ന് ഫേസ്ബുക്കിൽ പോകും, യൂട്യൂബ് പോയി. അപ്പോഴത്തേനും പിന്നെ അന്നത്തെ എഴുത്തും കാര്യമൊക്കെ അത് കഴിഞ്ഞിട്ടുണ്ടാവും പരിപാടി. പിന്നെ അതേപോലെ തന്നെയാണ് 5 മിനിറ്റ് കഴിഞ്ഞിട്ട് എണീക്കാന്ന് വിചാരിക്കും. 8:30 ആയിട്ട് 9:30 ആയാൽ എണീക്കാം, 3 മിനിറ്റ് കൂടി അല്ലേ, കറക്റ്റ് റെഡിയാ അറിയും. കറക്റ്റ് 9:30 ആകുമ്പോൾ ഏതെങ്കിലും ഒരു അട്രാക്റ്റീവ് റീലോ എന്തെങ്കിലും ഒന്ന് വരിക, ഏതായാലും ഇതും കൂടി കണ്ടിട്ടാട്ട് പിന്നെ അങ്ങനെ പോയിട്ട് പിന്നെ 10, 10:30, 11 അങ്ങനെ പോകും. ഇതേപോലെ തന്നെ വേറൊന്ന് ഒരു കാര്യമാണ്, ഓരോ ദിവസവും ചെയ്ത് തീർക്കാനുള്ള ടാസ്കുകൾ പ്രയോറിറ്റൈസ് ചെയ്യാത്തത്. എങ്ങനെ നമ്മള് ഒരു കറക്റ്റ് ഒരു ടു ഡു ലിസ്റ്റോ കാര്യങ്ങളൊന്നും വെക്കാതെ അതിങ്ങനെ നീട്ടി വെച്ച് അല്ലെങ്കിൽ അത് ചെയ്യാനുള്ളൊരു ഇപ്പം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഫസ്റ്റ് ചെയ്യാന്നുള്ളതുണ്ടല്ലോ, അങ്ങനെ ഒരു പ്രയോറിറ്റി ഫിക്സ് ചെയ്യാതെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്ന ആൾക്കാരുണ്ട്. അതും എന്താണ്, അതും ഒരു ദുശ്ശീലമാണ്. ഇനി ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, ഓരോരുത്തരും ഇപ്പൊ നമ്മൾ പറഞ്ഞതിൽ ഏതൊക്കെ ദുശ്ശീലങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെന്നൊന്ന് എഴുതി വെക്കും. എന്നോട് പറയൊന്നും വേണ്ട, ഞാൻ എക്സാമ്പിളുകൾ പറഞ്ഞുതരാം. പ്രൊക്രാസ്റ്റിനേഷൻ, സോറി എന്റെ മയക്കും അതായിരുന്നു. നിങ്ങൾ തന്നെയല്ലേ, ഞാൻ വിചാരിച്ച ആരും വേറെ ആരും കമ്പ്യൂട്ടാക്കി കാണൂലല്ലോ. ഓക്കെ. പിന്നെ ഓരോരുത്തരും ഒന്ന് ജസ്റ്റ് ഒന്ന് എഴുതി വെച്ച് നോക്കി, ഏതൊക്കെ ദുശ്ശീലങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഉള്ളത്. എക്സാമ്പിളുകൾ: പ്രൊക്രാസ്റ്റിനേഷൻ, വീട്ടിൽ വെക്കുന്ന സ്വഭാവം, സ്ക്രീൻ ടൈം ഓവർ ആണ്, പിന്നെ നെഗറ്റീവ് സെൽഫ് ടോക്ക്, സെൽഫിനെ പറ്റി ഇങ്ങനെ മോശമായിട്ട് സംസാരിക്കുന്നത്, ഓവർ തിങ്കിങ്, സ്മോക്കിങ്, ഡ്രഗ്സ്, ആൽക്കഹോള്. ഇതോട് വായിക്കുക: പ്രൊക്രാസ്റ്റിനേഷൻ, എക്സസീവ് സ്ക്രീൻ ടൈം, നെഗറ്റീവ് സെൽഫ് ടോക്ക്, ഓവർ തിങ്കിങ്, സ്മോക്കിങ്, ഡ്രഗ്സ്, ആൽക്കഹോള്, ഫോണ്, ഓവർ ഈറ്റിംഗ് ജങ്ക് ഫുഡ്, ലാക്ക് ഓഫ് എക്സസൈസ്, പുവർ സ്ലീപ്പ് പാറ്റേൺസ്, ഗോസിപ്പിംഗ്, ഇന്ററപ്റ്റിംഗ് അതേഴ്സ്, മറ്റുള്ളവരെന്തെങ്കിലും ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടിക്കുന്നത്, പിന്നെ എപ്പോഴും ലേറ്റ് ആവുന്നത്, ഓൾവേസ് ബീൻ ലേറ്റ്, പിന്നെ നോട്ട് ലിസണിങ് അറ്റൻറ്റീവ്ലി, എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ അല്ല എന്തെങ്കിലും ഒരു കാര്യം പറയുന്ന സമയത്ത് കറക്റ്റ് കേൾക്കാതെ ആക്ഷൻസ് എടുക്കുന്നത്, മൾട്ടി ടാസ്കിങ് ടു മച്ച്, പിന്നെ ചെക്കിങ് ഫോൺ കോൺസ്റ്റന്റ്ലി, പിന്നെ ഉള്ളത് നോട്ട് പ്രയോറിറ്റൈസിങ് ടാസ്ക്. ഓരോരുത്തരും നിങ്ങൾക്കുള്ള ഏതെങ്കിലും ഒരു ദുശ്ശീലം പറയാൻ പറ്റുമോ?
ശീലങ്ങൾ അങ്ങനെ പറയരുത്, എന്നാലും പറയാൻ പറ്റുന്ന ടൈപ്പ് കാര്യങ്ങൾ ഉണ്ടാവല്ലോ, കോമൺ ആയിട്ട് എല്ലാവർക്കും ഉണ്ടാവുന്ന ടൈപ്പ് കാര്യങ്ങൾ. എന്റെ ഞാൻ പറഞ്ഞുതരാം ഒന്ന്. എക്സസീവ് ചെക്കിങ് ഫോൺ കോൺസ്റ്റന്റ്ലി, അത് എനിക്കുള്ളതാണ്. ഞാൻ ഇങ്ങനെ നോക്കുക, ഏതെങ്കിലും ആൾക്കാർ ക്ലോസ് അയക്കുന്നോ, ഏതെങ്കിലും ആഡ് ഉണ്ടോ, അല്ലെങ്കിൽ പേയ്മെന്റ് ഉണ്ടോ, അല്ലെങ്കിൽ ഫോൺ സ്ക്രോളിങ്. ഓക്കെ, ഒന്ന് കമന്റിൽ മെൻഷൻ ചെയ്താലും മതി. ഓവർ തിങ്കിങ് ഇലിയാസ്കാർക്ക് ഓവർ തിങ്കിങ് ആണോ ഫോൺ സ്ക്രോളിംഗ് ആണോ? എന്റെ തന്നെ ആയിരിക്കും അല്ലെ, ഇടക്കിടക്ക് ഫോൺ ചെക്ക് ചെയ്യുന്നത്. ഇജാസ് ബ്രോ മൾട്ടി ടാസ്കിങ്. ഓക്കെ, ലേറ്റ് എൻട്രി, സ്ക്രീൻ ടൈം, ലാക്ക് ഓഫ് എക്സസൈസ്, ഷെബിന. ഓക്കെ, ഫോൺ സ്ക്രോളിംഗ് ഇലിയാസ് ബൈ. ഓക്കെ, ലാക്ക് ഓഫ് കോൺഫിഡൻസ്. ഓക്കെ, അത് മറ്റേതില്ലേ, നെഗറ്റീവ് സെൽഫ് ടോക്ക്. മുഫീദ് ഓവർ തിങ്കിങ്, നെജില സെൽഫ് ഡൗട്ട്, നെഗറ്റീവ് സെൽഫ് ടോക്ക്, ലേറ്റ് സ്ലീപ്പ്. നമുക്ക് ലേറ്റ് ആവുന്ന എനിക്ക് തോന്നി പോക്കാണെങ്കിൽ. നാളെയാവാം എന്ന് നീട്ടി വെക്കുന്നത്. ഓക്കെ, പ്രൊക്രാസ്റ്റിനേഷൻ. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഏതെങ്കിലും ദുശീലങ്ങൾ ഉണ്ടല്ലേ? ഞാൻ വിചാരിച്ചു ദുശീലങ്ങൾ ഇല്ലാത്ത ആൾക്കാർ ഉണ്ടാക്കിയല്ലോ വിടാന്ന്, അറിയാൻ പറ്റൂലല്ലോ. പെർഫെക്റ്റ് ആയിട്ടുള്ള ആൾക്കാരും ഉണ്ടായേക്കാം ചിലപ്പോ. ഇതിപ്പോ അതിൽ ഞാൻ ടിക്ക് ഇട്ടത് ചില സമയത്ത് സ്ലീപ്പ് ഒന്നും കൂടെ കറക്റ്റ് ചെയ്യാനുണ്ട്, മൾട്ടി ടാസ്കിങ് ഉണ്ട്, എക്സസീവ് സ്ക്രീൻ ടൈമും ചെക്കിങ് ഫോൺ കോൺസ്റ്റന്റ്. ഇത് ഞാനിപ്പോ എന്റെ ഇങ്ങനെ ടിക്ക് ഇട്ട് നോക്കിയതാ. പിന്നെ ഓവർ ഈറ്റിംഗ്, ചില സമയത്ത് ജങ്ക് ഫുഡ് അല്ല, പക്ഷെ ഫുഡ് കുറച്ച് ചില സമയത്ത് ഓവർ ആണോ ഒരു സംശയം. പിന്നെ തടി അധികം ഇല്ലാത്തതുകൊണ്ട് അറിയൂല, എന്നാലും ഞാൻ പറഞ്ഞതാ. പിന്നെ ഇതൊക്കെ മാറ്റിയെടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആരൊക്കെ ഉള്ളത്? മലയാളി സമാധാനം. എന്താണ് മലയാളി സമാധാനം? ഫുഡാ? അല്ല, നിങ്ങൾ നേരത്തെ പറഞ്ഞില്ലേ, അപ്പൊ എല്ലാവർക്കും ഉണ്ടല്ലേ അത്. അങ്ങനെ അതന്നെ, നമ്മളെ വീട്ടിൽ കറണ്ട് പോയാൽ അപ്പുറത്ത് വിളിച്ചു നോക്കും, അപ്പുറത്ത് ആടല്ലേ, എന്നാ പിന്നെ കുഴപ്പമില്ല, ടീമാണ്. പിന്നെ ഇത് മാറ്റിയെടുക്കാൻ ആഗ്രഹമുള്ള നീ യെസ് അടിക്കോ? നിങ്ങളുടെ ഈ ശീലം ഒന്ന് മാറ്റിയെടുക്കാൻ ആഗ്രഹമുള്ള ആൾക്കാർ ഒരു യെസ് താഴത്ത് കമന്റ് ചെയ്താൽ മതി. സറ, സ്വറ, ഹസ്ന, ഷുബ്ന, തൈഫ്, ഇസ്ന, അഷിത, ഷബ്ന, നജ്ല, സലീന, മുഫീദ്, ഫാത്തിമ, ബാസിൽ. മാറ്റിയെടുക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിലേ അത് നിങ്ങൾ എന്നെ വിചാരിക്കണം, എന്നെ കൂടെ നടക്കൊന്നുമില്ല മാറ്റിയെടുക്കാൻ. നിങ്ങൾ വിചാരിക്കണേ ഇനിയിപ്പോ ഞാൻ വന്ന് മാറ്റിയെടുത്തു തരുന്നു, അതൊന്നുമില്ല, നിങ്ങൾ എന്നെ മാറ്റണം. എന്താ സംഭവം എന്നറിയോ? എനിക്കുണ്ടായിരുന്നു ഇതിൽ ഒരുപാട് ശീലങ്ങൾ, ഒരുപാട് പ്രശ്നങ്ങൾ എന്റെ ലൈഫിൽ ഉണ്ടായിരുന്നു. അപ്പൊ എന്താ ആദ്യം നമുക്ക് വേണ്ടി എന്താ അറിയോ? പറഞ്ഞുതരാം. ആദ്യം നമ്മൾക്ക് വേണ്ടത് മൈൻഡിനെ നമ്മളൊന്ന് പ്രോഗ്രാം ചെയ്യണം. എങ്ങനെ മൈൻഡിനെ പ്രോഗ്രാം ചെയ്യണം പറഞ്ഞാല്, വേറൊരു പേര് എഴുതി ചെയ്യുന്നുണ്ടായിരുന്നു, എന്താണ് അതിന്റെ പേര്? മൈൻഡ് ഗെയിം എന്ന് പറയും. എങ്ങനെ മൈൻഡ് ഗെയിം എന്ന് പറഞ്ഞാല് എന്താ സംഭവം എന്ന് വെച്ചാല്, നിങ്ങളുടെ മനസ്സിനെ ചലഞ്ച് ചെയ്യാം. നിങ്ങളുടെ മനസ്സ് നിങ്ങളെ ഗൈഡ് ചെയ്യുന്നതുകൊണ്ടല്ലേ നിങ്ങൾ ചെയ്യാൻ പോണത്. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണ്, നമ്മള് ചില ആൾക്കാരുണ്ടാവും ഭക്ഷണം കഴിഞ്ഞാൽ അപ്പൊ തന്നെ സിഗരറ്റ് വലിക്കണം. ചില ആൾക്കാർക്കുള്ള സ്വഭാവമാണ്, എല്ലാവരും അല്ല കേട്ടോ. ചില ആൾക്കാരുണ്ടാവും ഇപ്പം ഫ്രണ്ട്സിന്റെ ഒപ്പം കൂടിയാൽ കള്ള് കുടിക്കണം, അല്ലെ ആൽക്കഹോൾ യൂസ് ചെയ്യണം. അങ്ങനത്തെ ശീലമുള്ള ആൾക്കാരുണ്ട്. അപ്പൊ ഇതേപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ഇതിൽപ്പെട്ട കാര്യങ്ങളുണ്ട്. എങ്ങനെ നീട്ടി വെച്ച് നല്ല രസമല്ലേ, നാളെയാണ് ലോട്ടറി കച്ചവടം മാറി ഇങ്ങനെ പോകും. ഒരു ചില ആൾക്കാർ ഒരു ബുക്ക് വായിക്കാൻ തുടങ്ങണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടെന്നൊക്കെ നമ്മൾ ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ടായ, തുടങ്ങിയോന്നിപ്പോ ഒരു മാസം കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞ് വെച്ചാലും ഓർഡർ കൊടുത്തിരുന്നേ ബുക്ക് ഇങ്ങോട്ട് എത്തിയില്ല എന്നൊക്കെ പറയും ചില. അത് നിങ്ങളല്ല, കാര്യത്തിൽ നിങ്ങൾ ഡീസല്ല. അപ്പൊ ഇതേപോലെ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഒരു മനസ്സിലൊരു തീരുമാനം അങ്ങോട്ട് എടുക്കുക. മനസ്സിൽ എന്ത് തീരുമാനം എടുക്കുക? നമ്മൾ എന്തുകൊണ്ടാണ് നമുക്ക് ഇഷ്ടമുണ്ടായിട്ടാണോ ദുശ്ശീലങ്ങൾ ചെയ്യുന്നത്? നമ്മൾക്ക് തന്നെ അറിയാം നമ്മളുടെ ശരീരത്തിനെയും മനസ്സിനെയും ഒക്കെ അത് ബാധിക്കുന്നുണ്ട്. പക്ഷേ നമുക്കത് അറിയാതെ നമ്മളത് സ്ഥിരമായിട്ട് ചെയ്തിട്ട് നമ്മളുടെ മനസ്സിൽ ചില ആൾക്കാർ കാണാം, വൈകുന്നേരം ഒരു 4 മണിയൊക്കെ ആയാലും ചായ കിട്ടിയില്ലെങ്കിൽ തലവേനാവും.
ചായ കുടിച്ച് കുടിച്ച് വൈകുന്നേരം 4 മണി ആയാലും ചായ കിട്ടിയില്ലെങ്കിൽ തലകറക്കോ തലവേദനയൊക്കെ വരും ചില ആൾക്കാർക്ക്. അപ്പോ എന്താ സംഭവം, ഇങ്ങനത്തെ ശീലങ്ങൾ നമ്മൾ മാറ്റിയെടുക്കണം. ഫസ്റ്റ് നമ്മൾ നമ്മളുടെ മനസ്സിനോടൊരു പൂർണ്ണമായിട്ടുള്ള ഒരു വിശ്വാസത്തോട് കൂടിയിട്ട് ഒരു ചലഞ്ച് അടിച്ച് എന്തെന്നറിയോ, എന്റെ മനസ്സിനെ കൺട്രോൾ ചെയ്യുന്നത് ഞാനാണ്, അല്ലാണ്ട് എന്റെ മനസ്സ് എന്നെ കൺട്രോൾ ചെയ്യല്ല ചെയ്യുന്നത്. ഒരു അടിമയായിട്ട് ജീവിക്കാൻ ഞാൻ റെഡി അല്ല. എങ്ങനെ, ഞാൻ പറയുന്ന രീതിയിലാണ് എന്റെ മനസ്സ് നിൽക്കേണ്ടത് എന്നുള്ള രീതിയിൽ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു തീരുമാനമായിട്ട് എടുക്കുക. എങ്ങനെ ഓ നമ്മൾ ഹൈമ എന്താ ചെയ്യാ? അൺമ്യൂട്ടായി പോയതാന്ന് തോന്നുന്നുണ്ട്. എന്നെ വേട്ടയാടുന്ന ദുശീലങ്ങളെ ഞാൻ നിർത്തും എന്നുള്ള രീതിയിലുള്ള പൂർണ്ണമായിട്ടുള്ള ഒരു വിശ്വാസം. അതിപ്പോ തന്നെ എന്ത് ദുശീലമാണോ നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ ആഗ്രഹമുള്ളത് ഇപ്പൊ തന്നെ നേടി വെച്ചോളി. ഇന്ന് മുതൽ ആ കാര്യം ഞാൻ ചെയ്യില്ല. ആ കാര്യം എന്താണെന്ന് എഴുതണം കേട്ടോ. ഇന്ന് മുതൽ ഓരോ ദിവസവും ഞാൻ ആ കാര്യം കുറച്ചു കൊണ്ടുവരും. ഇപ്പോൾ സ്മോക്കിംഗ് ഉള്ള ആൾക്കാരാണെങ്കിൽ ഇനി അങ്ങോട്ട് ഇപ്പം അത് എന്താ സംഭവം, നമുക്ക് ഒറ്റയടിക്ക് ആ ഒരു മനസ്സ് വെച്ചതുകൊണ്ട് മാത്രം നടക്കൂല കേട്ടോ. നമുക്ക് ഒരിക്കലും ഒരു ശീലത്തെ ഒറ്റയടിക്ക് അങ്ങ് സ്റ്റോപ്പ് ചെയ്യാൻ കഴിയൂല. അത് നമുക്ക് ആകെ ചെയ്യാൻ പറ്റുന്നത് മെല്ലെ മെല്ലെ വേറൊരു ശീലം കൊണ്ട് റീപ്ലേസ് ചെയ്യണം. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പം സിഗരറ്റ് വലിക്കുന്ന ആൾക്കാരാണെങ്കിൽ വേണമെങ്കിൽ അവർക്ക് ചൂയിങ്കം യൂസ് ചെയ്തിട്ട് സിഗരറ്റ് വലിക്കാൻ തോന്നുമ്പോൾ ഒരു ചൂയിങ്കം കീശയിലിടുക, ചൂയിങ് എടുത്ത് കഴിക്കാം, ആ രീതിയിൽ ചെയ്യാം. പിന്നെ ഡ്രിങ്കിങ് എന്താ സംഭവം അറിയോ, നമ്മള് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ദുശീലത്തിന്റെ ഈസി ആയിട്ടുള്ള കാര്യമായിരിക്കണം എന്ത് കൊടുക്കേണ്ടത്, റീപ്ലേസ്മെന്റ് ഹാബിറ്റ് കൊടുക്കേണ്ടത്. ഇപ്പം നമുക്ക് സിഗരറ്റ് വലിക്കണമെങ്കിൽ അത് ഇതിൽ നിന്നെടുത്ത് കത്തിച്ചൊക്കെ ചെയ്യേണ്ടത്, നേരെ കവർ പൊളിച്ച് വായിലിട്ടാ പോലെ ചൂയിങ്കം ചായ്ക്കാന്. ഇതേപോലെ തന്നെയാണ് എന്ത്, നമ്മളിപ്പം മദ്യപിക്കുന്ന ആൾക്കാരാണെങ്കിൽ എന്ത് തീരുമാനിക്കുക, മദ്യപിച്ചു കഴിഞ്ഞാല് ഞാനൊരു അരമണിക്കൂർ നീന്താൻ പോകുന്ന തീരുമാനിച്ചു. സ്വിമ്മിങ് ഉണ്ടല്ലോ, സ്വിമ്മിങ് അത് കുറച്ച് കൂടിയ ടൈപ്പ് ഇതായിപ്പോയില്ലേ. പക്ഷെ അങ്ങനെ എന്താ സംഭവം അറിയോ, നിങ്ങൾക്ക് എന്ത് കാര്യമാണോ ജീവിതത്തിൽ ചെയ്യുമ്പോൾ എല്ലാ മനുഷ്യന്മാർക്കും എന്തെങ്കിലുമൊക്കെ ഇഷ്ടത്തോടെ ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങൾ ഉണ്ടാവും. ആ കാര്യങ്ങളുമായിട്ട് എന്ത് ചെയ്യുക, ഇത് കണക്ട് ചെയ്യുക. നിങ്ങൾക്ക് എന്ത് ദുശീലമാണോ ഉള്ളത് നിങ്ങൾക്ക് ഇഷ്ടത്തോടെ ചെയ്യാൻ പറ്റുന്ന, ചില ആൾക്കാർക്ക് പാട്ട് കേൾക്കുന്നതായിരിക്കാം, ചില ആൾക്കാർക്ക് വരയ്ക്കുന്നതായിരിക്കാം, ചില ആൾക്കാർക്ക് എന്തെങ്കിലും ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ആയിരിക്കാം. എന്തെങ്കിലും അത്രയും മോശമായിട്ടുള്ള സാഹചര്യത്തിലൂടെ പോകുന്ന ആൾക്കാരാണെങ്കിൽ എന്ത് ചെയ്യാ അറിയോ, ദുശീലുള്ള ഒരു ആൽക്കഹോളിക് ആയിട്ടുള്ള ഒരാൾ മാറ്റിയെടുത്ത ഒരു കഥ ഉണ്ട്. എന്താ സംഭവം എന്ന് വെച്ചാല്, അവര് ഒരു എന്താണ് സ്ഥിരമായിട്ട് ഇങ്ങനെ മദ്യപിക്കാറുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് അങ്ങനെ തോന്നി ഈ ശീലം എനിക്ക് റീപ്ലേസ് ചെയ്യണം എന്നുള്ളൊരു തോട്ട് വന്ന സമയത്ത് എന്താ ചെയ്തറിയാം, അവര് അങ്ങനെ മദ്യപിക്കാൻ തോന്നുന്ന സമയത്ത് അടുത്തുള്ള ഈ ഇതുണ്ടല്ലോ നമ്മളെ ചർച്ച് പള്ളി പോലുള്ള ഈ റിലീജിയസ് ആയിട്ടുള്ള സ്ഥാപനങ്ങൾ മീൻസ് റിലീജിയസ് ആയിട്ടുള്ള അമ്പലം, അങ്ങനത്തെ സംഭവങ്ങളുണ്ടല്ലോ. അപ്പൊ അവരുടെ മതപ്രകാരമുള്ള അങ്ങനത്തെ അമ്പലത്തിലേക്കോ പള്ളിയിലേക്കോ പോയിട്ട് അവിടെയുള്ള ആളുകളുമായിട്ട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യും. അവിടുത്തെ എന്തെങ്കിലും പണികൾ ചെയ്യും, ചെറിയ ക്ലീനിങ്ങോ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യും, എന്തെങ്കിലും പ്രാർത്ഥിക്കും. ആ രീതിയിൽ അവരെന്ത് ചെയ്ത് എല്ലാ സമയത്തും ഇങ്ങനെ മദ്യപിക്കാൻ തോന്നുമ്പോൾ അങ്ങനത്തെ കൂട്ടുകെട്ടിലേക്ക് പോകുന്നതിന് പകരം നല്ല രീതിയിൽ നല്ല നടപ്പുള്ള മനുഷ്യന്മാരുടെ കൂടെ കൂട്ടുകൂടിയപ്പോ മെല്ലെ 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 എന്തായി, ആ മനസ്സിലേക്ക് മദ്യപിക്കണം തോന്നുമ്പോഴേക്ക് അയാളെ നേരെ പ്രാർത്ഥന എന്നുള്ള രീതിയിലേക്ക് അത് മാറ്റിയെടുത്തു. അപ്പൊ ഓട്ടോമാറ്റിക്കലി അവരുടെ ആത്മീയപരമായിട്ടുള്ള അറിവ് കൂടുകയും ചെയ്ത് പിന്നെ അവർ മദ്യപാനം നിർത്തിയത് മാത്രമല്ല, ഒരു നല്ലൊരു പബ്ലിക് സ്പീക്കർ ആവുകയും ഒരുപാട് മനുഷ്യന്മാരുടെ മദ്യപാനം നിർത്താൻ വേണ്ടിയിട്ടുള്ള ബോധവൽക്കരണ പരിപാടികൾ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരാളായിട്ട് മാറി. എന്താ സംഭവം അറിയാം, നമുക്ക് എന്ത് കാര്യവും നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. ഏത് തരത്തിലുള്ള ശീലങ്ങളും നല്ല ശീലങ്ങളും നമ്മളുടെ ലൈഫിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. ഞാൻ പറയാൻ കാരണം എന്താ പറയുക, ഈ ലോകത്തുള്ള എല്ലാ ബിസിനസ്സുകളും റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് മനുഷ്യന്മാരുടെ ജീവിതത്തിലേക്ക് ശീലങ്ങൾ ഇട്ട് കൊടുത്തിട്ടാണ്. ഞാൻ എക്സാമ്പിൾ പറഞ്ഞുതരാം. പണ്ടൊക്കെ ആളുകൾ എങ്ങനെയായിരുന്നു പല്ല് തേച്ചിരുന്നത്? ഉംകരിയോ എന്താ അതിന് പറയാ, ഒരു പൊടി ഇല്ലേനു പണ്ടത്തെ, ഉംകരിപ്പൊടിയോ എന്തോ ഒരു പൊടി. ആ പൊടിയിൽ നിന്ന്
പെപ്സുഡന്റ് എന്ന് പറഞ്ഞ കമ്പനി ഇറങ്ങിയ സമയത്ത് അവരെന്താ ചെയ്തതെന്ന് അറിയോ? അവരിങ്ങനെ ഒരു ക്യാമ്പയിൻ സൃഷ്ടിച്ചു. എന്താ അറിയോ? നമ്മൾ കറക്റ്റ് ദിവസവും പല്ല് തേച്ച് കഴിഞ്ഞാൽ നല്ല തിളങ്ങുന്ന പല്ലായി മാറും എന്നുള്ളൊരു ക്യാമ്പയിൻ കൊടുത്തിട്ട്, അത് പല്ല് തേക്കുക പറഞ്ഞാല് പെപ്സുഡന്റ് കൊണ്ട് പല്ല് തേച്ചാൽ അപ്പൊ അതിന്റെ ഒരു റിസൾട്ട് ഇങ്ങനെ കാണുകയാണ്. എല്ലാരും ഇങ്ങനെ കണ്ട് 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 അത് ഒരാള് വാങ്ങി. അപ്പൊ അവരിങ്ങനെ നല്ല സ്മെല്ലൊക്കെ ഉണ്ട്, നല്ല അങ്ങനെ താക്കുമ്പോൾ ഒരു തണുപ്പൊക്കെ പോകുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ആളുകൾ പെപ്സുഡന്റ് യൂസ് ചെയ്ത് ഇപ്പൊ എന്താ സംഭവം? ഇപ്പൊ നിങ്ങൾ ആരെങ്കിലും ഉക്കിലെടുത്ത് പല്ലിയൊക്കെ ഉണ്ടോ? അത് ലോകമെമ്പാടും ആ കാര്യത്തെ അവർ വിപുലീകരിച്ചെടുത്തിട്ട് എന്ത് ചെയ്ത് അതൊരു വലിയ മാർക്കറ്റായി മാറി. എല്ലാ മനുഷ്യന്മാരും ദിവസവും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സാധനമാണ് ഇപ്പൊ ടൂത്ത് പേസ്റ്റ് എന്ന് പറഞ്ഞാല്. അത് വലിയൊരു ബിസിനസ് ശൃംഖലാണത് ശരിക്കും. നമ്മൾ ജസ്റ്റ് ഒരു 20-30 ഉറുപ്പിക എടുത്ത് വാങ്ങുന്നുണ്ടാവും, പക്ഷെ ലോകത്തിൽ എല്ലാവരും യൂസ് ചെയ്യുന്ന സാധനമല്ലേ. അത് ആദ്യം ലോകത്തിലെ ആൾക്കാർ ഉപയോഗിക്കാതിരുന്നിരുന്ന ഒരു സാധനമാണ്. അപ്പം പറയുമ്പോൾ നമുക്ക് വൃത്തിയാലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അവർ ഇംപ്ലിമെന്റ് ചെയ്ത മെത്തേഡ് കണ്ടില്ലേ. അതേപോലെ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം സ്ഥിരമായിട്ട് നമ്മളുടെ ജീവിതത്തിൽ മറ്റുള്ളവർ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ള രീതിയിലൊക്കെ ആണെങ്കിൽ നമ്മളല്ല ശരിക്കും നമ്മളുടെ പല പർച്ചേസിങ്ങിന്റെ കാര്യം, ഇപ്പൊ സോപ്പ് ആയിക്കോട്ടെ, അങ്ങനെ പല ഐറ്റംസും അതൊന്നും മോശമാണെന്നല്ല ഞാൻ പറയുന്നത്. ഇങ്ങനെ ആളുകളുടെ മനസ്സിലേക്ക് ശീലങ്ങൾ ഇട്ട് കൊടുത്തിട്ട് ബിസിനസ് ഡെവലപ്മെന്റ് വരെ ആളുകൾ നടത്തുന്നുണ്ട്, നമ്മൾ പോലും അറിയാതെ. ഇപ്പൊ നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, ഈ ഡയറി മിൽക്ക് സിൽക്ക്, ആദ്യമൊക്കെ ഡയറി മിൽക്കിന് 10 ഉറുപ്പ്യ 20 ഉറുപ്പ്യ ഒക്കെ ആയിരുന്നു. പിന്നെ ഒരു സിൽക്ക് എന്നിട്ടുള്ളത് കൊണ്ട് ഇറക്കി. സിൽക്കിന് എന്നിട്ട് ഭയങ്കര ഭയങ്കര ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ആൾക്കാരെ കൊണ്ടുവന്ന് പരസ്യമൊക്കെ അടിച്ച് ചെയ്തിട്ട് അതിനൊരു 100 ഉറുപ്പ്യ കട്ടാക്കി. പിന്നെ കണ്ടിക്കുന്നത് അതിങ്ങനെ 150, 200, പിന്നെ തോന്നിയ വില, എത്ര വില ഇട്ടാലോ ഒരേ ചോക്ലേറ്റ് ആയിരിക്കും. അതിൽ കുറച്ചൊരു ബബിൾ ഉണ്ടെങ്കിൽ ആ ബബിളി ആകുമ്പോൾ 200 ഉറുപ്പ്യ കൊടുക്കുന്നതിനും കുഴപ്പമില്ല. ചോക്ലേറ്റ് ഉണ്ടാ. പക്ഷെ എന്താ സംഭവം? നമ്മളുടെ ഉള്ളിലേക്ക് അതൊരു പ്രീമിയം പ്രൊഡക്റ്റ് ആയിട്ട് ആളുകൾ, ആ പരസ്യ കമ്പനി എന്ത് ചെയ്തിട്ടുണ്ട്, പ്ലേസ് ചെയ്ത് അതൊരു പ്രീമിയം സാധനമാണ്, അത് കൊടുക്കുന്നത് ഭയങ്കര വാല്യൂ ഉള്ള ആളുകൾക്ക് അത് കൊടുക്കുക എന്നുള്ള രീതിയിൽ നമ്മളുടെ മനസ്സിലേക്ക് കാണിച്ചു തന്ന് എന്തായിട്ടുണ്ട്, അത് നമ്മളുടെ ഉള്ളിൽ ഒരു പ്രോഗ്രാം ആയിട്ട് മാറിയിട്ടുണ്ട്. ഇതെന്താ അറിയോ, സൈക്കോളജിയിൽ ഒരു റിസർച്ച് നടന്നതാണ്. എന്താ സംഭവം വെച്ചാല്, ഒരു എലി ഉണ്ടായിരുന്നു. ഒരു എലിന് എന്താവും അറിയോ, ഒരു ബോക്സിന്റെ ഉള്ളിൽ ഇട്ടിട്ട് ആ ബോക്സിൽ 4 ഹോളുണ്ട്. ആ 4 ഹോളില് ഒന്നില് സ്വീറ്റ്സ് വെച്ചിട്ടുണ്ട്, മുട്ടായി വെച്ചിട്ടുണ്ട്. അപ്പോ ഈ ബോക്സിലേക്ക് വരണമെങ്കിൽ വേറൊരു ബോക്സിൽ നിന്ന് ഇങ്ങനെ ഒരു ഡോർ ഓപ്പൺ ആക്കിയാലാണ് ഈ ബോക്സിലേക്ക് വരിക എലി. അപ്പൊ ഈ എലിനെ ആദ്യം തന്നെ തുറന്നിട്ട സമയത്ത് എലി ഇങ്ങനെ എവിടുന്നോ സ്മെല്ല് ഇങ്ങനെ കിട്ടുന്നുണ്ട് എനിക്ക്. അപ്പോ ആദ്യത്തേൽ പോയി നോക്കി, രണ്ടാമത്തേൽ പോയി നോക്കി, മൂന്നാമത്തേൽ പോയി നോക്കി, നാലാമത്തേൽ പോയി നോക്കി. നാലാമത്തേന്ന് സ്വീറ്റ്സ് കിട്ടി. പിന്നെ രണ്ടാമതേയും അതേപോലെ അതേ എലിനെ ഒന്നും കൂടെ ഇട്ടപ്പോ അത് ആദ്യത്തെ പോലെ തന്നെ എല്ലായിടത്തും തപ്പിയിട്ട് പിന്നെ പോയി കണ്ടിട്ട് അത് 2, 3, 4, 5 അങ്ങനായിട്ട് റിപ്പീറ്റ് ചെയ്തപ്പോണ്ടല്ലോ, ഒരു മണി അടിക്കുന്ന സമയത്താണ് എന്താകുന്നത്, ആ സ്വീറ്റ്സ് അവിടെ പോയി കൊണ്ടുവെക്കുന്നത് അവര്. അപ്പോ ആ മണി അടിക്കുമ്പോഴേക്ക് തന്നെ തിരയലൊന്നുമില്ല, നേരെ എന്ന് പറഞ്ഞിട്ടൊരു പോക്ക 4ാമത്തെ ഹോളിലേക്ക്. എന്താ സംഭവം? അത് എലിന്റെ ഉള്ളിൽ പ്രോഗ്രാമായി മാറിക്കഴിഞ്ഞിരുന്നു. അപ്പോ ഇതേപോലെ തന്നെ നമ്മൾ സ്ഥിരമായിട്ടൊരു കാര്യം ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമ്മളുടെ ജീവിതത്തിലും എന്തായിട്ട് മാറും, അതൊരു ശീലമായിട്ട് മാറും. എന്ത് ദുശീലത്തെ നമുക്ക് നല്ലൊരു ശീലം കൊണ്ട് റീപ്ലേസ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞുകൊണ്ടോ കേട്ടോ. ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ആരെങ്കിലും പറ്റി കുറ്റം പറയണം തോന്നാം, നിങ്ങൾക്കിപ്പം അല്ലെങ്കിൽ എന്തെങ്കിലും ദുശീലം വരുന്നുണ്ട് തോന്നിക്കഴിഞ്ഞാൽ എന്ത് അറിയോ, ഒന്നെങ്കിൽ 4 പുഷപ്പ് എടുക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും നിങ്ങളെ ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഫ്രണ്ട്സിനെ വിളിക്കുക. നിങ്ങളിങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്ത് ചില വേണ്ടാത്ത ഓരോന്നും തോന്നിപ്പോവുക. അല്ലെങ്കിൽ ഇപ്പം കൂട്ടത്തിൽ പോണ സമയത്താണെങ്കിൽ ഇതേപോലെ ആവശ്യമില്ലാത്ത കാര്യങ്ങളിലേക്ക് പോകുന്ന സമയത്ത് എന്ത് ചെയ്യുക, നല്ല ഏതെങ്കിലും ഫ്രണ്ട്സിന്റെ കൂട്ടുകെട്ട് കൂടുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സോഷ്യൽ ആക്ടിവിറ്റീസിലേക്ക് ഉൾപ്പെടുക, അല്ലെങ്കിൽ ഇതേപോലെ ഏതെങ്കിലും ഒരു ഫ്രണ്ടിനെ അടുത്ത് വിളിച്ചിട്ട് സംസാരിക്കുക. ഈ കണ്ട തോന്നിവാസം വിളിച്ച് പറയുന്ന ഫ്രണ്ട്സിനല്ല കേട്ടോ, കുറച്ചൊക്കെ ഒരു ചിട്ടയും കാര്യങ്ങളൊക്കെ ഒരു ഡിസിപ്ലിനും കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും ഓക്കെ. അപ്പൊ അങ്ങനത്തെ എന്താ സംഭവിച്ചാല്, നമ്മൾ എന്ത് കാര്യത്തെയാണോ റീപ്ലേസ് ചെയ്യുന്നത് അതിലും എളുപ്പമുള്ള കാര്യമായിരിക്കണം റീപ്ലേസ് ചെയ്യപ്പെടുന്ന കാര്യം. എന്നിട്ട് എന്ത് ചെയ്യുക,
അത് സ്ഥിരമായിട്ട് നമ്മളൊരു 2, 3, 4 ദിവസമൊക്കെ നമ്മളത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മളുടെ മനസ്സിൽ തോട്ട് വരുന്നതുകൊണ്ടല്ലേ നമുക്ക് ഓരോ കാര്യങ്ങളിലേക്ക് നമ്മൾ അറിയാതെ വഴുതി പോകുന്നത്. അപ്പൊ ആ തോട്ട് വരുമ്പം തന്നെ എന്ത് ചെയ്യുക, നമ്മൾ എന്താണോ ആ റീപ്ലേസിങ് ആയിട്ടുള്ള കാര്യം നമ്മൾ എഴുതി വെച്ചത്, ആ എഴുതി വെച്ച കാര്യത്തിലേക്ക് നമ്മൾ ഇങ്ങനെ ഓരോ ദിവസം അത് ഡെവലപ്പ് ചെയ്തെടുക്കാം. അപ്പൊ ഈ കാര്യങ്ങളൊക്കെയാണ്. പിന്നുള്ളത് പിന്നെ ഒറ്റയടിക്ക് ഒറ്റ ദിവസം കൊണ്ട് ചിലപ്പോൾ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റിക്കോളന്നില്ല. മെല്ലെ മെല്ലെ കുറച്ചെടുത്ത് അത് മാറ്റിയെടുക്കണം എന്നുള്ളൊരു നീയത്ത്, ഒരു എന്താ പറയാ, ഒരു ഉദ്ദേശങ്ങളുടെ മനസ്സിൽ ഉള്ളിലേക്ക് അങ്ങ് പതിപ്പിച്ചു കഴിഞ്ഞാൽ ഒറ്റ കാര്യം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒറ്റ ഒരു ചലഞ്ചാണ് നിങ്ങൾക്ക് ആകെ ചെയ്യാം. മൈൻഡ് ഗെയിം എന്നാണ് അതിന്റെ പേര്. ഒറ്റ ഒരു ചലഞ്ച് അങ്ങ് കൊടുക്കുക. ഞാൻ എൻ്റെ മനസ്സിന്റെ അടിമയല്ല. അടിമപ്പണിക്ക് വേറെ ആളെ നോക്കിക്കോ. മനസ്സിനോട് പറയും, സ്വന്തം മനസ്സിനോടാട്ടെ പറയുന്നത്. അടിമപ്പണിക്ക് ഇനി വേറെ ആളെ നോക്കിക്കോ, ഞാൻ ഇനി മുതൽ ആ കാര്യം ചെയ്യില്ല എന്ന് 100% വിശ്വാസത്തോടെ കൂടി നിങ്ങൾ മനസ്സിലേക്ക് ഒരു ചലഞ്ച് കൊടുത്തു കഴിഞ്ഞാണ്ടല്ലോ, നിങ്ങളുടെ ഇപ്പൊ നമ്മൾ ഏത് പ്രവർത്തനവും നമ്മൾ എന്തുകൊണ്ടാണ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നത്? ഏതെങ്കിലും ഒരു ഹോർമോൺ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഇങ്ങനത്തെ നമ്മൾ ഈ അഡിക്റ്റീവ് ആയിട്ടുള്ള ഫോണിൽ നോക്കി നിൽക്കുന്ന സമയത്താണെങ്കിൽ ഡിഫറെന്റ് ഇമോഷൻസിലേക്ക് നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഒന്ന് സങ്കടം, ഒന്ന് സന്തോഷം, ഒന്ന് എന്തെങ്കിലും സിനിമ, അല്ലെ ഫൈറ്റ്, അല്ലെങ്കിൽ ഡാൻസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഡിഫറെന്റ് ഫീലിങ്സിലേക്ക് നമ്മളെ മൈൻഡിനെ ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ നമ്മളിങ്ങനെ നമ്മളുടെ ഉള്ളിൽ ഇങ്ങനെ ഹോർമോൺസ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, ഡോപ്പമൈൻ പോലുള്ള ഹോർമോൺസ്. ഇതേ കാര്യം തന്നെയാണ് എപ്പം ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോഴോ നല്ല പാട്ട് കേൾക്കുമ്പോഴോ ആരെങ്കിലും പോയി സഹായിക്കുമ്പോഴോ ഒക്കെ നടക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യാ, എന്തെങ്കിലും അങ്ങനത്തെ ദുശ്ശീലങ്ങളിലേക്ക് തോന്നുന്ന സമയത്ത് അതിന് പകരം എന്തെങ്കിലും റീപ്ലേസിങ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാം. അങ്ങനെ നമുക്ക് മെല്ലെ മെല്ലെ അതൊരു ഹാബിറ്റ് ആയിട്ട് മാറ്റിയെടുത്തിട്ട് നമുക്ക് ചേഞ്ചുകൾ ലൈഫിൽ കൊണ്ടുവരാൻ പറ്റും. അപ്പൊ ഇതിലിപ്പം ഞാനിപ്പോ വലിയ എന്തോ കാര്യമൊന്നും പറയാനൊന്നും ഇല്ല. ഹാബിറ്റുകൾ മാറ്റിയെടുക്കാൻ നമ്മളുടെ മനസ്സിൽ ആദ്യം ആ മാറ്റം കൊണ്ടുവന്നാൽ അത് ജീവിതത്തിൽ വന്നോളെന്ന് മാത്രം മൈൻഡിൽ വെച്ചാൽ മതി. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ചോദിക്കാനുണ്ടോ? ഇതിൽ പിന്നെ പെട്ട കാര്യങ്ങളാണ് കേട്ടോ. ഓവർ ഗെയിം കളിക്കുന്നതും സീരീസ് കണ്ടിരിക്കുന്നതും ഒക്കെ. ആദ്യം എന്താ സംഭവിക്കേണ്ടത് അറിയാം, എന്ത് കാര്യമാണ് നിങ്ങളെ ട്രിഗർ ചെയ്യുന്നതെന്ന് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ചില ആൾക്കാർക്ക് ഇത് ദുശ്ശീലാന്ന് പോലും അറിയണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം ദുശ്ശീലമാണെന്ന് അറിയണ്ടാവില്ല. അത് നോർമലി എല്ലാവരും ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ അത് കണ്ട് പഠിച്ച് അത് നമ്മളുടെ ലൈഫിൽ ഒരു പാറ്റേൺ ആയി മാറിക്കഴിഞ്ഞതായിരിക്കും. അപ്പൊ ഇന്ന് നമ്മൾ പറഞ്ഞതിൽ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യുക. പ്രൊക്രാസ്റ്റിനേഷൻ, എക്സസീവ് സ്ക്രീൻ ടൈം, നെഗറ്റീവ് സെൽഫ് ടോക്ക്, ഓവർ തിങ്കിങ്, സ്മോക്കിങ്, ഡ്രഗ്സ്, ആൽക്കഹോള്, ഫോണ്, ഓവർ ഈറ്റിംഗ് ജങ്ക് ഫുഡ്, ലാക്ക് ഓഫ് എക്സസൈസ്, പുവർ സ്ലീപ്പ് പാറ്റേൺസ്, ഗോസിപ്പിംഗ്, ഇന്ററപ്റ്റിംഗ് അതേഴ്സ്, ഓൾവേസ് ബീങ് ലേറ്റ്, നോട്ട് ലിസണിങ് അറ്റൻറ്റീവ്ലി, മൾട്ടി ടാസ്കിങ് ടു മച്ച്, ചെക്കിംഗ് ഫോൺ കോൺസ്റ്റന്റ്ലി, നോട്ട് പ്രയോറിറ്റൈസിങ് ടാസ്ക്. ഇതൊക്കെ ബാഡ് ഹാബിറ്റ്സ് പെട്ട കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോ ഇതിൽ മാറ്റങ്ങൾ കൊണ്ടുവരും എന്ന് ഉറപ്പുള്ള ആൾക്കാരൊന്ന് യെസ് പറഞ്ഞേ. ഇനി ഞാൻ ഈ കാര്യങ്ങളിൽ ഞാൻ ഇമ്പ്രൂവ്മെന്റ് കൊണ്ടുവരും, എൻ്റെ മൈൻഡിൽ ഇതൊരു ദുശ്ശീലമാണെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്, അപ്പൊ എൻ്റെ ജീവിതത്തിൽ ഞാനൊരു മാറ്റം കൊണ്ടുവരും എന്ന് ഉറപ്പുള്ള ആൾക്കാരെന്ന് പറഞ്ഞേ. ജാസ്പ്രോ, എന്താ നിങ്ങൾ മാറ്റം കൊണ്ടുവരാ ജാസ്പ്രോ? ഞാൻ എല്ലാ കാര്യം കൃത്യമായിട്ട് കറക്റ്റ് ടൈമിൽ ചെയ്യും. നീട്ടി വെക്കുന്ന കാര്യം ഒഴിവാക്കുന്നു അല്ലെ? പ്രോക്രാസ്റ്റിനേഷൻ ഒഴിവാക്കും. പ്രൊക്രാസ്റ്റിനേഷൻ ഒഴിവാക്കും. ഓക്കെ, അടുത്തത് PF ഫാത്തിമ, ഏത് ദുശ്ശീലാണ് ഒഴിവാക്കുക? ഫോൺ സ്ക്രോളിംഗ്. ഫോൺ സ്ക്രോളിംഗ്. ഓക്കെ, നിങ്ങൾ എങ്ങനെ ഒഴിവാക്കുക? ഉപയോഗിക്കാതെ ഇരിക്കാൻ നോക്കാം ഇൻഷാല്ലാ. ചിലപ്പോ റീൽസ് കാണുന്ന മാറ്റിട്ട് ഷോർട്സിലേക്ക് ആക്കുകയും ചെയ്യും അല്ലെ? ടെൻഷൻ കൂടുമ്പോൾ ഫോൺ നോക്കലാണ് കൂടുതൽ. അതെ, അത് റീപ്ലേസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഫോണ് സൈലന്റോ അല്ലെങ്കിൽ നെറ്റ് ഫ്ലൈറ്റ് മോഡ് ആക്കിയിട്ടിട്ട് ഏതെങ്കിലും ബുക്ക് എടുത്ത് വായിക്കാം. അല്ലെങ്കിൽ വരയ്ക്കാനൊക്കെ ഇഷ്ടമുള്ള ആളാണെങ്കിൽ വരയ്ക്കുക, അല്ലെങ്കിൽ കുറച്ച് നടക്കാൻ പോവുക, അങ്ങനെ എന്തെങ്കിലും ചെയ്യാം. നിങ്ങൾക്ക് ഇപ്പോൾ കുക്കിംഗ് ഇഷ്ടമുള്ള ആളാണെങ്കിൽ കുക്കിംഗ് ആക്ടിവിറ്റി ചെയ്യുക, ഫുഡ് ഉണ്ടാക്കുക, സ്ലീപ്പ്, ഉറങ്ങുക.
നോട്ടിഫിക്കേഷൻ ഓഫ് ചെയ്ത് വെക്കട്ടെ. ഫോൺ സ്ക്രോളിങ് ഒഴിവാക്കാൻ ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യം. മിസ്സിനെ ചെയ്യുന്ന ഒരു കാര്യം ബാക്കിയുള്ളതൊക്കെ ചെയ്യാൻ മടിയായിട്ടാണ് അത് ചെയ്യുന്നത്. ഫോൺ ഓണാക്കി കണ്ട ഇമ്മ കളിക്കുന്നത്. അതെ കുക്കിംഗ് ആയാലും ബാക്കിംഗ് ആയാലും അതിനൊന്നും താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ഇമ്മ കളിച്ചോണ്ടിരിക്കുന്നത്. അത് ഫോൺ എടുക്കാതിരിക്കാൻ മാക്സിമം നമ്മൾ ശ്രമിക്കുമ്പോൾ നോട്ടിഫിക്കേഷൻ ഓഫ് ആക്കി വെക്കുക. പിന്നെ ഇൻസ്റ്റാഗ്രാമും മറ്റു ഫേസ്ബുക്കും ഒക്കെ ആണെങ്കിൽ ലോഗ് ഔട്ട് അടിക്കുക. നമ്മൾ കയറുന്ന സമയത്ത് മാത്രം ലോഗിൻ ചെയ്യുക. കാരണം അതൊന്നായിരിക്കും ആരെങ്കിലും ഒക്കെ ഒരു റിക്വസ്റ്റ് അയക്കുന്നതോ എന്തെങ്കിലും വീഡിയോസ് ഷെയർ ചെയ്തിരുന്നതോ. നമ്മളത് പ്രശ്നം നമുക്കൊന്ന് കിട്ടിക്കഴിഞ്ഞാൽ അറിയാണ്ട് അങ്ങോട്ട് പോയി പോകും. അപ്പൊ അങ്ങനെ ഒഴിവാക്കാൻ വേണ്ടി ശ്രമിച്ചു നോക്കാം. പിന്നെ പുതിയ കുറച്ച് ബിസി ആയിട്ടിരിക്കാൻ ശ്രമിക്കുക. കുറേ ടൈം ഉള്ളവർക്കാണ് അധികം ഈ പ്രശ്നം കാണാറ് സ്ക്രോൾ ചെയ്യണേ. അല്ലാത്തവർക്കും ഇല്ലാതല്ല, ഒന്ന് കൺട്രോൾ ചെയ്ത് നോക്കുക. മിസ്സിനെ ഇതിലേക്ക് വേറെ എന്തെങ്കിലും ആഡ് ചെയ്യാണ്ടോ? വേറെ ഞാൻ കഴിഞ്ഞ ദിവസം ഫാറൂഖ് സെൻസായിന്റെ ഒരു ക്ലാസ് കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ ഒരാൾ ചോദിച്ച ഡൗട്ട് ആയിരുന്നു, എനിക്ക് പുതിയ നേരത്തെ എണീക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുള്ളതാണ്, കുറെ കാലമായിട്ടുള്ള ആഗ്രഹമാണ്, അത് പറ്റുന്നില്ല. അപ്പൊ ആള് കൊടുത്ത ചലഞ്ച് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സൂം കോൺഫറൻസ് ആയിരുന്നു. അതിലുള്ള ഒരാളെ വിളിച്ചു. അതായത് ഒരാളാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, വേറെ ആളെ വിളിച്ച് എന്നിട്ട് പറഞ്ഞേ നാളെ തൊട്ട് നേരത്തെ എണീറ്റില്ല എന്നുണ്ടെങ്കിൽ, ഇന്നിപ്പോ ഈ സൂമിൽ ഒരാൾ പിടിച്ചെന്ന് പറഞ്ഞില്ലേ, അപ്പൊ ഞാൻ എണീറ്റിട്ടില്ല എങ്കിൽ ഞാൻ എന്റെ ഫ്രണ്ടിന് 1000 രൂപ അയച്ചു കൊടുക്കുക ഡെയിലി. നേരത്തെ എണീറ്റില്ല എന്നുണ്ടെങ്കിൽ 1000 രൂപ അയച്ചു കൊടുക്കാം. അപ്പൊ സെൻസായിട്ട് പറയുന്നുണ്ട്, നിങ്ങൾക്ക് പുതിയൊരു ഹാബിറ്റ് തുടങ്ങണമെങ്കിൽ നിങ്ങൾ ഉള്ളിൽ ഇടങ്ങാറുണ്ടാക്കുന്ന എന്തെങ്കിലും കാര്യം തുടങ്ങി വെക്കുക. വേറെ ആൾക്ക് വെറുതെ നമ്മൾ എണീക്കാത്തതിന്റെ പേരിൽ ഒരു 1000 രൂപ കൊടുക്കുക എന്ന് പറയുന്നത് നമുക്കൊരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ? ബുദ്ധിമുട്ടല്ല, നമ്മൾ ഒന്നിങ്ങനെ ആലോചിക്കില്ല. ഇത് ലൈവായിട്ട് എടുത്തൊരു കമ്മിറ്റ്മെന്റ് ആയിരുന്നു. ഇത് സെൻസായിട്ട് 2 ആളെ സെലക്ട് ചെയ്ത് കൊടുത്തതാണ്. സെലക്ട് ചെയ്യുന്ന സമയത്ത് ഇതിനാന്ന് പറഞ്ഞിട്ടും ഇല്ലായിരുന്നു. അപ്പൊ ഇയാൾ പറഞ്ഞോയി വല്ലാത്ത ചലഞ്ച് ആയല്ലോ, എന്നാലും നിങ്ങൾ നന്നാവുള്ളൂ എന്ന് പറയുന്നുണ്ട്. അതുപോലെ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന എന്തെങ്കിലും കാര്യം ഇപ്പൊ ചിലര്, ഞാൻ ഇടയ്ക്ക് ചെയ്തിരുന്നു, ഇപ്പൊ ബുക്ക് വായിക്കാണ്ടൊക്കെ ഫോൺ നോക്കിയതാണെങ്കിൽ പിന്നെ സോഷ്യൽ മീഡിയയിൽ നിന്ന് 2 ദിവസം ബ്രേക്ക് എടുക്കുക. നോക്കരുത്. അത് നമ്മളെ കയ്യിൽ കിടക്കുന്ന കാര്യം കേട്ടോ. ഇവർക്ക് താത്ത പറഞ്ഞിരുന്നത് അത് എന്റെ കയ്യിൽ തന്നെയുള്ള ഫോണിൽ നിനക്ക് എപ്പോ വേണമെങ്കിലും ചെയ്യാലോ എന്നല്ല. പക്ഷെ നമ്മളോട് കമ്മിറ്റ്മെന്റ് കാണിക്കാൻ വേണ്ടി ശ്രമിക്കാം. അപ്പൊ അതുപോലെ നിങ്ങൾക്ക് നിങ്ങളെ ഫ്രണ്ടിന് പൈസ കൊടുക്കുന്ന നിങ്ങളൊരു ഹാബിറ്റ് വീണ്ടും ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ സാർ കുറെ ഹാബിറ്റുകൾ ഇവിടെ പറഞ്ഞല്ലോ ദുശീലങ്ങൾ. അപ്പൊ ഏതെങ്കിലും ഒന്നും തീരെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്നില്ല, ഭയങ്കര ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങളുള്ളൂ. നമുക്ക് ധനനഷ്ടമൊക്കെയാണ്, നമ്മൾ വല്ലാണ്ടൊക്കെയാണ് പിന്നെയും നമ്മളെ കണക്ട് ചെയ്യില്ല എല്ലാവരുടെ കേസിലാണെങ്കിലും. അപ്പൊ അങ്ങനെ എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബെസ്റ്റ് ആയിരിക്കും. എന്തെങ്കിലും ഉണ്ടോ? എനിക്ക് നേരത്തെ അത് ഓർമ്മ വന്നപ്പോ ഞാൻ പറഞ്ഞു. അല്ലല്ല, അത് പറയേണ്ട കാര്യം തന്നെ. ഞാനിപ്പോ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞപ്പോ ഒരു കാര്യം, ഞാനിപ്പോ ഇതുവരെ നോട്ട് ചെയ്ത കാര്യങ്ങളാണല്ലോ പറഞ്ഞത്. ഞാൻ എൻ്റെ ലൈഫിലേക്ക് ശീലങ്ങൾ മാറ്റിയെടുക്കാൻ ഉപയോഗിച്ചൊരു ടെക്നിക്ക് കൂടെ ഞാൻ പറഞ്ഞുതരാം. അത് സത്യം പറഞ്ഞാൽ പറഞ്ഞുതരാൻ മറന്നുപോയി. നോട്ട് ചെയ്ത കാര്യങ്ങളാ. ഞാൻ എന്ത് ചെയ്തൊക്കെ അറിയോ? എനിക്കറിയാം എൻ്റെ ഇപ്പം ഞാൻ ക്ലാസ് എടുക്കുകയാണെങ്കിലും ഇങ്ങനെ പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യും എന്തൊക്കെ ആണെങ്കിലും എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് അത് ഹെൽപ്പ് ചെയ്യുന്ന എനിക്ക് ഉറപ്പാണല്ലോ. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നറിയോ? ഞാൻ ഒരു പേജ് ബുക്ക് വായിച്ചു കഴിഞ്ഞാൽ, ഇപ്പം ഞാനിപ്പോ ഫോണിൽ സ്ക്രോൾ ചെയ്താൽ എനിക്കൊന്നും കിട്ടാൻ പോകുന്നില്ല. പക്ഷെ എന്ത് ചെയ്യും, ഈ ബുക്ക് വായിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും, ഒരു പേജ് ബുക്കിന് ഞാൻ 10 രൂപ വെച്ചിട്ട് ട്രാൻസ്ഫർ ചെയ്യും. ഒരു സൈഡ് വായിച്ചാൽ 10 രൂപ. അപ്പൊ ഒരു 10 പേജ് വായിച്ചാൽ 100 രൂപ ഞാൻ എന്ത് ചെയ്യും, സേവിങ്സ്, ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് പറഞ്ഞൊരു അക്കൗണ്ട്. അത് ഞാൻ വേറെ എവിടെ തൊടാണ്ട് വെച്ചേക്കുന്ന ഈ നോർമൽ അക്കൗണ്ട് അല്ല, സെറോദ സ്റ്റോക്ക് മാർക്കറ്റ് അക്കൗണ്ട് ഉണ്ടല്ലോ, അതിൽ പെട്ടെന്ന് റീഫണ്ട് ചെയ്യാൻ പറ്റൂല. അപ്പൊ അതിലേക്ക് ഇങ്ങനെ മാറ്റിയിടും. പിന്നെ അതേപോലെ എക്സസൈസ് ചെയ്യുകയാണെങ്കിൽ ഒരു പുഷപ്പിന് 2 രൂപ, ആദ്യം 1 രൂപയാണ്, ഇപ്പൊ 2 രൂപ. അപ്പൊ 50 പുഷപ്പ് ഡെയിലി ചെയ്താൽ 100 രൂപ അക്കൗണ്ടിലേക്ക് കിട്ടും. ഇതേപോലെ തന്നെ ഞാനിപ്പോ ഒരു വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ 200 രൂപ ഈ സെറോദ അക്കൗണ്ടിലേക്ക് ഇടും. ഇങ്ങനെ ഒരു ഓൺലൈൻ ക്ലാസ് എടുത്താൽ, ഫ്രീ ആയിക്കോട്ടെ ഏതായിക്കോട്ടെ, ഒരു ഓൺലൈൻ ക്ലാസ് ഞാൻ എടുത്താൽ 200 രൂപ ഇടും. ഒരു ഓഫ്ലൈൻ ക്ലാസ് എടുത്താൽ 500 രൂപ ഇടും. എന്താ സംഭവം? എനിക്ക് അപ്പൊ തന്നെ, ഇപ്പൊ ഫ്രീ ആയിട്ട് എടുത്താലും അല്ലാതിരുന്നാലും എന്റെ ലൈഫിലെ ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതെന്ന് 100% ഉറപ്പുള്ളതുകൊണ്ട് ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ എന്ന് പറയും. നമുക്ക് ഉടനടി റിസൾട്ട് കിട്ടുന്ന കാര്യങ്ങൾ ചെയ്യാനാണ് നമുക്ക് ഇഷ്ടം ഉണ്ടാവുക. നമ്മൾ വാരി വലിച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്കത് കഴിഞ്ഞാൽ ഒരു സുഖല്ലേ, അതുപോലെ ഒരു സിനിമ കണ്ടു കഴിഞ്ഞാൽ അപ്പൊ ഒരു സന്തോഷം കിട്ടൂല നമുക്ക്. ഇതേപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ഒരു റിസൾട്ട് ഓറിയന്റഡ് ആയിട്ട് നമ്മളുടെ ആ മാറ്റേണ്ട ശീലത്തെ, ഇപ്പൊ ഞാൻ ഫോണിൽ നിന്ന് കുറയ്ക്കണമെങ്കിൽ എന്ത് ചെയ്യും, ഞാൻ ഫോൺ സൈലന്റ് ആക്കിയിട്ട് ബുക്ക് എടുത്ത് വായിക്കാൻ തുടങ്ങും. ബുക്ക് എടുത്ത് വായിച്ചാൽ എന്താണ്, എനിക്ക് ഇങ്ങനെ ഒരു ബെനിഫിറ്റും കൂടെ ഉണ്ട്. അപ്പൊ നിങ്ങൾ വിചാരിക്കും ആദ്യം അക്കൗണ്ടിൽ പൈസ വേണ്ടേ ട്രാൻസ്ഫർ ചെയ്യാൻ. എന്താ സംഭവം എന്നറിയോ? ഇങ്ങനെ വായിക്കുന്ന ബുക്കുകളിൽ നിന്ന് കിട്ടുന്ന ഐഡിയകളാണ്, പല പല പോയിന്റുകളാണ് വീഡിയോസ് ആക്കി ഉണ്ടാക്കുക. വീഡിയോസ് എത്രത്തോളം കൂടുതൽ ഇറങ്ങുന്നോ അതിനനുസരിച്ച് എനിക്ക് വരുമാനം ഇപ്പുറത്ത് കോച്ചിങ്ങിലൂടെ വരാൻ തുടങ്ങും.
ഇതേപോലെ ഫ്രീ സെഷൻസ് മാത്രമല്ല, പേഴ്സണൽ മെന്ററിങ് നടക്കുന്നുണ്ട്, യൂണിക്നെസ് കോഡ് എന്നിട്ടുള്ള ഓൺലൈൻ പ്രോഗ്രാം ഉണ്ട്. ഇപ്പൊ നാളത്തെ പ്രോഗ്രാം പോലെ യൂണിക്നെസ് ഫെസ്റ്റ് എന്നുള്ള ഓഫ്ലൈൻ പ്രോഗ്രാംസ് ഉണ്ട്. ഇപ്പൊ യൂണീക്ക് എക്സ് എന്നിട്ടുള്ള ട്രെയിനേഴ്സ് ട്രെയിനിങ് പ്രോഗ്രാം നടക്കുന്നുണ്ട്. അപ്പൊ ആ പ്രോഗ്രാംസ് ഒക്കെ നടക്കുന്നത് എങ്ങനെയാണ്? നമ്മള് ഇംപ്രൂവ്മെന്റ് ഡെയിലി ഹാബിറ്റിൽ എനിക്ക് റിസൾട്ട് അപ്പൊ തന്നെ റിസൾട്ട് കിട്ടും. ഞാൻ കൂടുതൽ ടൈം വെയിറ്റ് ചെയ്യണ്ട. ഇപ്പൊ ഞാൻ ക്ലാസ് കഴിഞ്ഞ ഉടനെ ഞാൻ എന്റെ ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ ഏതും ഇങ്ങനെ ഒരു ക്ലാസ് എടുക്കാൻ പറ്റി. 45 ആഴ്ചകളായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് യൂണിക് ടോക്ക് ചെയ്തു പോരുന്നുണ്ട്. അപ്പൊ അതിന് ഗ്രാറ്റിറ്റ്യൂഡ് എഴുതും. ആ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതി കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ എന്ത് ചെയ്യും? ഒരു 200 റുപ്യ എന്റെ ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടേക്കും. ഇതിലേക്ക് സെറോദ അക്കൗണ്ടിലേക്ക്. എന്നിട്ട് മാസാവസാനം ആ സെറോദ അക്കൗണ്ടിലുള്ള ഫുൾ എമൗണ്ടിന് ഏതെങ്കിലും ഒരു സ്റ്റോക്ക് വാങ്ങും. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്റ്റോക്കാണ് ടാറ്റ മോട്ടോഴ്സ്. അതിപ്പോ കുറച്ച് താഴോട്ട് പോയിക്കുന്നത്. ഇനി ഇത് വാങ്ങി ആവറേജ് ചെയ്ത് കൊണ്ടുവരണം. അപ്പൊ എനിക്ക് ഏറ്റവും ടാറ്റ മോട്ടോഴ്സിന്റെ ഒരു കാർ ഉണ്ട്, എന്റെ ഫേവറേറ്റ് കാർ. ആ കാർ വാങ്ങുന്ന കാലം വരെ ഞാൻ അതിൽ ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്ത് കൊടുക്കും. എന്താ സംഭവം അറിയോ? നമ്മൾ ഒരു ദിവസം ഉണ്ടല്ലോ, ഓരോ ദിവസവും നമ്മളൊരു 10 പുഷപ്പ് എടുത്ത് ഒരു 50 പുഷപ്പ് എടുത്തിട്ട് 50 പുഷപ്പ് ഇപ്പൊ എടുക്കലുണ്ട്. അപ്പൊ 50 പുഷപ്പ് എടുത്തുന്ന 60 എടുത്തത്. അപ്പൊ 120 റുപ്യ ട്രാൻസ്ഫർ ആയി. 120 10 പേജ് ബുക്ക് വായിച്ച് അപ്പൊ 100 റുപ്യ കയറിയ 220 ആയ. ഒരു വീഡിയോ ചെയ്ത് അപ്പൊ 200 റുപ്യ കയറിയ 420 ആയ. ഒരു ക്ലാസ്സും എടുത്ത് 200 റുപ്യ കയറിയ 620 ആയ. അങ്ങനെ നമ്മൾ ഒരു ദിവസം 620 ആണെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഒരു മാസം ആകുമ്പോഴത്തേന് 15,000 20,000 ആയി. നമ്മൾ വിചാരിക്കും നമുക്ക് ആ വരുമാനം ഇപ്പൊ കിട്ടുന്നില്ലല്ലോ. പക്ഷെ എന്താ സംഭവിക്കുക അറിയോ? നിങ്ങൾ ഇപ്പുറത്തെ ഭാഗത്ത് നിങ്ങൾ അറിവുകൾ വർദ്ധിപ്പിക്കുന്നതിനനുസരിച്ച് ഇപ്പുറത്തെ ഭാഗത്ത് നിങ്ങളുടെ വരുമാനവും വർദ്ധിച്ചു വരുന്നുണ്ട്. നമ്മൾ അറിയ പോലുമില്ല. മിസ് ഞങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, കഴിഞ്ഞ പ്രോഗ്രാം നമ്മൾ നടത്തിയത് ഈ പ്രോഗ്രാമായിട്ട് നമ്മളെ വ്യത്യാസം നോക്കി നിങ്ങൾ. അതേപോലെ നമ്മളെ യൂണീക്ക് എക്സസ് സ്റ്റാർട്ട് ചെയ്ത സമയത്തും ഒക്കെ നിങ്ങളൊന്ന് വെച്ചാൽ നമ്മൾ ഇത്രയും കാലം ബിൽഡ് ചെയ്ത് കൊണ്ടുപോകുന്ന ബ്രാൻഡിന്റെയും അതേപോലെ അറിവിന്റെയും നമ്മളെ നെറ്റ്വർക്കിന്റെയും ഒക്കെ മെച്ചം കൊണ്ടല്ലേ ആളുകൾ ജോയിൻ ചെയ്യുന്നത്, ഏത് പ്രോഗ്രാം ആണെങ്കിലും. അപ്പൊ ഇങ്ങനെ തന്നെ ആരാണോ നിങ്ങളുടെ ലൈഫിൽ ഒരു ഇമ്പ്രൂവ്മെന്റോ അല്ലെങ്കിൽ ഒരു ബ്രാൻഡ് ബിൽഡ് ചെയ്യാനോ ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതേപോലെ ഡെയിലി ഹാബിറ്റുകളിലേക്ക് നിങ്ങൾക്ക് അന്ന് തന്നെ റിസൾട്ട്. നിങ്ങളിപ്പം 100 റുപ്യ ട്രാൻസ്ഫർ ചെയ്യണമെന്നില്ല. നിങ്ങൾക്ക് ഇപ്പൊ പറ്റുന്നത് 5 റുപ്യാണ്. 5 റുപ്യ വെച്ച് തുടങ്ങിക്കോളി. അത് മെല്ലെ മെല്ലെ ഡെവലപ്പ് ചെയ്തെടുത്താൽ മതി. എന്താ സംഭവം? എന്തെങ്കിലും ഒന്ന് ബെനിഫിറ്റ് കിട്ടണം. ഇപ്പം പൈസ ആണല്ലോ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു സാധനമാണല്ലോ പൈസ. അപ്പൊ എന്ത് ചെയ്യുക? നിങ്ങളുടെ അക്കൗണ്ടിൽ തന്നെ എടുക്കാത്ത ഏതെങ്കിലും ഒരു സെറോദയിൽ തന്നെ ട്രാൻസ്ഫർ ചെയ്യണമെന്നല്ല, ഏതെങ്കിലും ഒരു അക്കൗണ്ടിന്റെ ഗൂഗിൾ പേ ഒഴിവാക്കിക്കാനിട്ട് ATM കാർഡ് എടുത്ത് ഉമ്മന്റെ കൊടുക്കാം. നിങ്ങൾ എന്തായാലും ബാങ്കിൽ പോയി പൈസ ഒന്ന് വാങ്ങാൻ കുറച്ച് പണിപ്പിക്കില്ല. അതുകൊണ്ട് നിങ്ങൾ കഴിയുന്നിടത്തോളം ഗൂഗിൾ പേ ഡിലീറ്റ് ചെയ്യുക. ഏതെങ്കിലും ഒരു നമ്പറിന്റെ 2 അക്കൗണ്ട് വേണട്ടോ. ഒരു അക്കൗണ്ടിന്റെ ഗൂഗിൾ പേ ഡിലീറ്റ് ചെയ്യുക. ATM കാർഡ് എടുത്ത് ഉമ്മന്റെ ഉപ്പന്റെ പേരൻസിന്റെ കൊടുക്കാം. ഓലെടുത്ത് ഉപയോഗിച്ചാളെ അതാടെ വേണം. അപ്പോ എന്ത് ചെയ്യാ? അപ്പൊ അങ്ങനെ ചെയ്താലും മതി. ജെറോദ മറ്റേ സ്റ്റോക്ക് മാർക്കറ്റ് അക്കൗണ്ട് തന്നെ വേണമെന്നൊന്നുമില്ല. അപ്പൊ ഇങ്ങനെ ഒരു റൂട്ടീൻ നമ്മൾ ഫോളോ ചെയ്യും. നമ്മൾ പോലും അറിയാതെ ഒരു മാസം കൊണ്ട് നമ്മൾ എത്ര ബുക്ക് വായിച്ചു തീരും? ഒരു മാസം കൊണ്ട് നമ്മൾ 10ഓ 20ഓ പേജൊക്കെ ഒരു ദിവസം വായിച്ചു പോന്നാല് സുഖസുന്ദരമായിട്ട് ഒരു 2 ബുക്കൊക്കെ നമ്മൾ വായിക്കാൻ പറ്റും. 2 അല്ലെങ്കിൽ ഒരു ബുക്കെങ്കിലും വായിക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ ഒരു മാസം ഒരു ബുക്ക് വായിച്ചാൽ 10 12 ഏകദേശം ഒരു 15 ബുക്കൊക്കെ ഒരു കൊല്ലം വായിക്കുമ്പോഴേക്കുണ്ടല്ലോ നിങ്ങൾ ചിന്തിക്കുന്ന രീതിയൊക്കെ എൻറ്റയർലി. ഞാൻ ഉദ്ദേശിച്ച ബാലരമയും കളിക്കുടുക്കയും മറ്റേ കഥ ബുക്കുകളൊന്നും അല്ല കേട്ടോ. നല്ല സെൽഫ് ഹെൽപ്പ് ബുക്സിനെ പറ്റി പറയുന്നത് കേട്ടോ. അപ്പൊ ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരാനും നല്ല ഹാബിറ്റുകൾ പുലർത്തിയെടുക്കാനൊക്കെ ഉള്ള ഇത് ചെയ്ത് കഴിഞ്ഞാൽ വേറെ അതേപോലെ തന്നെ ചെയ്യുന്ന ഒരു ഇതാണ് ഞാൻ കുക്കു FM എന്ന് പറഞ്ഞിട്ട് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഏതൊക്കെ പറഞ്ഞു തോന്നുന്നു. കുക്കു FM എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്പ് ഉണ്ട്. അതിലിങ്ങനെ നമുക്ക് ഓരോ മറ്റേ ഇതിനെപ്പറ്റി ഓരോ ബുക്കുകളുടെ റിവ്യൂസ് കിട്ടും. ചിലപ്പോൾ ഫുള്ള് ബുക്ക് വായിക്കുന്നത് ഉണ്ടാവും അതില്. അങ്ങനെ ഏതെങ്കിലും ഒരു ബുക്ക് ഫുള്ള് ഞാൻ വായിച്ച് അല്ലെങ്കിൽ കേട്ട് കഴിഞ്ഞാൽ, ഞാൻ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് കേട്ട് കഴിഞ്ഞാൽ ഞാൻ 1000 രൂപ ഈ സെറോദയിൽ കിട്ടും. ബുക്ക് സജസ്റ്റ് ചെയ്യണോ? അയച്ചു തരാമല്ലോ മിസ്ന. നമ്മൾ ഇതൊന്ന് കോപ്പി എടുത്ത് അയച്ചു കൊടുക്കി. ഒരുപാട് ബുക്സ് ഉണ്ട്. നമ്മൾ ഇതിൽ കൊടുക്കുന്ന ബുക്സിന് ലിസ്റ്റ് ഇല്ലേ, ഞാൻ അയച്ചുതരാം. എനിക്ക് ഓർമ്മയില്ല കേട്ടോ, അതാണ് ഞാൻ എന്താന്ന് വെച്ചത്. ഏതായിരുന്നു ഞാൻ തരാം. നമ്മളെ മറ്റേ ടാസ്ക് കൊടുക്കുന്ന സമയത്ത് കൊടുക്കുന്ന ഒരു ലിസ്റ്റ് ഉണ്ടല്ലോ ബുക്കിന്റെ. ബുക്സ് ടു റെഫർ. ഇതൊക്കെ ഞാൻ വായിച്ച ബുക്ക് തന്നെ കേട്ടോ. ഇതൊന്നും അയച്ചു തരില്ല.
വിശ്വനാഥം നിങ്ങൾ ഇതിലേക്ക് അയച്ചു തുടങ്ങി. അപ്പൊ എന്താ സംഭവം അറിയാം, ബുക്ക് വായിക്കാന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കും അത് ഈ ബുജിക്കുട്ടികളല്ലേ ബുക്കൊക്കെ വായിക്കാന്ന്. പക്ഷെ നിങ്ങൾ വായിച്ചു തുടങ്ങിയാൽ മനസ്സിലാവും ബുജിക്കുട്ടികളാണോ അല്ലെങ്കിൽ ജീവിതത്തിൽ എന്തെങ്കിലും നേടിയിട്ടുള്ള എല്ലാവരും വായനാശീലമുള്ളവരായിരുന്നു. അത് നിങ്ങൾ വെറുതെ, ഞാൻ തമാശ പറയല്ല, നിങ്ങൾ ആരെടുത്ത് നോക്കിയാലും ഇപ്പം ഇവിടെ ഇരിക്കുന്ന മിസ്സിനെ പോലും സത്യം പറഞ്ഞാല് 330 ബുക്ക് ജീവിതത്തിൽ വായിച്ചിട്ടുള്ള ആളാണ്. മാഷാ അല്ലാഹ്. അപ്പൊ അതൊക്കെ ഒരു ആളുടെ ഒരു ഇഷ്ടം കൂടിയാണ് ബുക്ക് വായിക്കുക എന്നുള്ളത്. ചില ആൾക്കാർക്ക് അത് ബോഡിലി കിനസ്തെറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കാം, ചില ആൾക്കാർക്ക് അത് വരയ്ക്കുന്നതായിരിക്കാം. പക്ഷെ ആരാണെങ്കിലും ബുക്ക് വായിക്കുന്ന ഒരു എഫേർട്ട് നിങ്ങളുടെ ജീവിതത്തിൽ എടുത്തു കഴിഞ്ഞാൽ നല്ല മാറ്റങ്ങൾ വരും. കാരണം നമ്മളെ ആവറേജ് ഇങ്ങനെ കൂടാതെ തുടങ്ങും. നമ്മൾ ചിന്തിക്കുന്ന രീതിയും അതേപോലെ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളൊക്കെ ഉണ്ടല്ലോ, വിഷണറി ലീഡേഴ്സിന്റെ തീരുമാനങ്ങളായിട്ട് മാറും നമ്മൾ പോലും അറിയാതെ. സാറേ, നമുക്ക് വായനയോട് താല്പര്യം തോന്നണം, എന്താണ് ചെയ്യേണ്ടത്? വായനയോട് താല്പര്യം വരാനാണ് നമ്മളിപ്പോ ഈ കാര്യം പറഞ്ഞത്. നിങ്ങൾ എന്ത് ചെയ്യുക, എന്തെങ്കിലും ഒരു ബെനിഫിറ്റ്, നിങ്ങളെ ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു ബുക്ക്, നിങ്ങൾക്ക് കഥ ബുക്ക് ആണെങ്കിൽ ഏതെങ്കിലും ഒരു കഥ ബുക്ക് എടുത്ത് വായിച്ചു നോക്കി. അതെ അതെ, MU റീഡേഴ്സ് കമ്മ്യൂണിറ്റി നമ്മളുടെ ക്ലബ്ബാണ്, അതെ നമ്മളുടെ ഒരു കമ്മ്യൂണിറ്റിയാണ്. അപ്പൊ അതിൽ ജോയിൻ ചെയ്താൽ അതിപ്പം നമ്മളുടെ ഒരു സ്റ്റാഫിന് പെട്ടെന്ന് ഒരു അസുഖമായിട്ട് കുറച്ച് ഡിലേ വരുന്നുണ്ട്. ആളുടെ എക്സാമും കാര്യങ്ങളെല്ലാം കൂടെ ആയിട്ട് വേറൊരാളും കൂടെ ഉണ്ട്. ഇപ്പം മെല്ലെ മെല്ലെ കവറാക്കി എടുക്കുന്നുണ്ട് ഡിലേ. ഞാനൊരു അഭിപ്രായം പറയട്ടെ. എൻ്റെ ഒരു ഇല്ലാസ്ക പറഞ്ഞോളി. വീഡിയോയിൽ വരി. ഓക്കെ. എൻ്റെ വൈഫ് തീരെ വായിക്കാൻ ഒട്ടും താല്പര്യമില്ലാത്ത ആളായിരുന്നു. അപ്പോ ഇവിടെ അടുത്ത് സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു പുസ്തകം ഉണ്ടായിരുന്നല്ലോ, ഖദീജ എന്ന് പറഞ്ഞിട്ട്. ആ ആ ആ അപ്പൊ എനിക്ക് നന്നായിട്ട് വായിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളാണ്. അപ്പൊ ഞാൻ എന്തെങ്കിലുമൊക്കെ കവിതാ പുസ്തകങ്ങളൊക്കെ വായിച്ചു കൊടുക്കുമ്പോൾ ഒട്ടും താല്പര്യമില്ലാത്ത ആളായിരുന്നു. പക്ഷെ ഇത് വായിക്കാൻ വേണ്ടി കൊടുത്തു. അതിന്റെ ശേഷം ഏകദേശം ഒരു 10ഓളം പുസ്തകങ്ങൾ അവൾ തന്നെ സ്വയം ഓർഡർ ചെയ്ത് വരുത്തി വായിക്കാൻ തുടങ്ങി. അപ്പൊ എന്താ വെച്ചാൽ ഏറ്റവും ആദ്യം നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ല പുസ്തകങ്ങൾ, അല്ലെങ്കിൽ വായിക്കാൻ ഇൻട്രസ്റ്റിംഗ് ഇരിക്കും എന്ന് തോന്നുന്ന ഒരു പുസ്തകം വായിച്ചാൽ മതി. അതിന് പറ്റിയ സാധനങ്ങളാണ് ഒന്ന് നമ്മുടെ ആടുജീവിതം. കുറെ ആളുകൾ ഇപ്പം ഫിലിമൊക്കെ കണ്ടിട്ടുണ്ടാകും, പക്ഷെ അതിന്റെ വായന അനുഭവം വേറെ തന്നെയാണ്. അതുപോലെയുള്ള കുറെ പുസ്തകങ്ങളുണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഹാർട്ടിലേക്ക് കയറ്റിയെടുക്കാൻ പറ്റുന്ന. ഇപ്പൊ ഈ ഇംഗ്ലീഷൊക്കെ നന്നായിട്ട് വായിക്കാൻ അറിയുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ അറ്റോമിക് ഹാബിറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള പുസ്തകം, അതേപോലെ തന്നെ എന്റെ കൂടെ അത് മലയാളത്തിലുണ്ട് കേട്ടോ ഇല്ലാസ്ക, മലയാളത്തിലുണ്ട്. അതെ, മലയാളത്തിലുണ്ട്. ഞാൻ പറയുന്നത് വെച്ചാൽ അത്രയും നമുക്ക് ആളുകൾ നന്നായിട്ട് ചർച്ച ചെയ്യുന്ന ഏതെങ്കിലും ഒരു പുസ്തകം എടുത്ത് വായിച്ചാൽ തന്നെ വായനയുടെ ആ ഒരു ഫീൽ ഒരു വട്ടം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഓട്ടോമാറ്റിക്കലി വായിച്ചു തുടങ്ങും. അതെ അതെ അതെ, സത്യം അതാണ്. പിന്നെ മിസ്ന, ഞാന് ഇല്ലാസ്ക പറഞ്ഞ പോലെ ഞാനൊന്ന് ഗ്രൂപ്പ് നമ്മളെ മെയിൽ അയച്ചിട്ടുണ്ട്. അല്ലെ ഞാൻ തന്നെ കോപ്പി എടുക്കും. ഒറ്റ മെയിൽ ഇവിടെ വന്നിട്ടുണ്ടാവും. സൂമിലാണെങ്കിൽ ഞാൻ പോസ്റ്റ് ചെയ്തോളാം. സൂമിലേക്ക് നിങ്ങൾ പോസ്റ്റ് ചെയ്തോടുന്നാല്. ഓക്കെ. കുറച്ച് എക്സാമ്പിൾസ് ആണ് കേട്ടോ, സെൽഫ് ഹെൽപ്പ് ബുക്സിന്റെ എക്സാമ്പിൾസ് ആണ്. നിങ്ങൾ അത് തന്നെ തുടങ്ങണമെന്നില്ല. നിങ്ങളിപ്പം ഇല്യാസ് ബ്രോ പറഞ്ഞ പോലൊക്കെ ഇപ്പൊ നമ്മളെ ഖദീജ എന്ന് പറഞ്ഞ ബുക്കോ അല്ലെങ്കിൽ ആടുജീവിതോ അങ്ങനെ ഏതെങ്കിലും തുടങ്ങിയാൽ മതി. റാം കെയർ ഓഫ് ആനന്ദി, അതൊക്കെ നല്ല ബുക്കാണ്. ഞാൻ പിന്നെ അങ്ങനെ ഈ കഥ ബുക്കുകൾ വായിക്കൽ കുറവാണ്. അതിൽ കുറെ കാര്യങ്ങൾ പഠിക്കാനൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ അധികം സെൽഫ് ഹെൽപ്പ് ബുക്സ് തന്നെ വായിക്കൽ. പേഴ്സണൽ ഡെവലപ്മെന്റും ഈ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് എനിക്ക് ഇഷ്ടം. അതുകൊണ്ടാണ്. അല്ല, വായനാശീലം തുടങ്ങാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ വിങ്സ് ഓഫ് ഫയർ ഒക്കെ വായിച്ച ഒരാളുണ്ടായിരുന്നു. അതോടുകൂടി പിന്നെ വായനാനുഭവം നിർത്തി വെച്ച് പോയ ആളുകളുണ്ട്. അതെ 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 അതെ. അതായത് അങ്ങനാണെങ്കിൽ കടുകട്ടി പുസ്തകങ്ങൾ. ആൽക്കമിസ്റ്റ് ഓക്കെയാണ്. നിങ്ങൾ ഇതിൽ ഇട്ടോളി മിസ്ന. ഒരു മിനിറ്റ്. കടുകട്ടി പുസ്തകം ഒന്നും വായിക്കാൻ എടുക്കുന്ന സ്റ്റാർട്ടിങ്ങിൽ നന്നാവില്ല എന്ന് ഞാൻ പറയുള്ളൂ കേട്ടോ. ഒരു കുട്ടിയും കുഞ്ഞുമങ്ങളും തുടങ്ങാൻ പറ്റുമെങ്കിൽ ഏറ്റവും ബെസ്റ്റ്. കാരണം മുട്ടത്തുവർക്കി കാലങ്ങളായി എഴുതിയിട്ടില്ല, ഇപ്പോഴും ഏറ്റവും ലളിത ഭാഷയിൽ എല്ലാ മനുഷ്യർക്കും ഇമോഷൻ കൊടുക്കുന്ന ഒരു പുസ്തകമാണത്. മുട്ടത്തുവർക്കിന്റെ ഒരു കുടയും കുഞ്ഞുമകളും, അതുപോലെ ജോസഫ് അന്നൻകുട്ടിന്റെ ദൈവത്തിന്റെ ചാരന്മാർ എന്ന പുസ്തകം വായന ഒട്ടും ഇല്ലാത്തവർക്കും മനസ്സിലാവുന്ന രീതിക്കുള്ള ഒരു പുസ്തകമാണ്. പിന്നെ പക്ഷേ വരുന്ന പറഞ്ഞോളൂ. ഈ ഒരു കുടയും കുഞ്ഞുപെങ്ങളും എന്നുള്ളത് അത് ഇപ്പോഴത്തെ ഒരു ജനറേഷൻ ഈ ആൽഫ ടീമിന് അത് എത്രത്തോളം ദഹിക്കും എന്നുള്ളത് ഞാനൊരു ഗിഫ്റ്റ് ആയിട്ട് ഒരു കുട്ടിക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു, ഒരു കുടയും കുഞ്ഞുപെങ്ങളും. പക്ഷെ അവരെന്നോട് വന്നിട്ട് ചോദിച്ചു ഇതിലെന്താ ഇത്ര വലിയ സ്പെഷ്യാലിറ്റി ഉള്ളത് എന്നുള്ളതായിരുന്നു. എന്താ വെച്ചാൽ നമ്മളൊരു 19 കിഡ്സ് എന്നൊക്കെ പറയുന്നത് പോലെ, അല്ലെങ്കിൽ ആ ഒരു 2000 ഇയേഴ്സിൽ ആ തുടക്കത്തിലൊക്കെ ജനിച്ച ആളുകളാണെങ്കിൽ അതിലുള്ള സ്റ്റോറി കുറെയൊക്കെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അനിയത്തി കുട്ടിയെ ഒരു ഓടി പോകുന്നതും കാര്യങ്ങളും ഒക്കെ. പക്ഷെ എന്താ വെച്ചാൽ ഞാൻ പുതിയ 2 ആളുകൾക്ക് ഞാൻ കൊടുത്തപ്പോൾ 2 ആളും, അതായത് ഏകദേശം ഒരു 14-13 വയസ്സുള്ള കുട്ടികളാണ് കൊടുത്തപ്പം അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇതിലിപ്പോൾ എന്തായാലും മാത്രം ഉള്ളത് വലിയ സംഭവമൊന്നും ഇല്ലല്ലോ എന്നുള്ളതാണ്.
അതിന് വേറെ റീസൺ ഞാൻ പറഞ്ഞോട്ടെ. അതെന്താ വെച്ച് കഴിഞ്ഞാല് ആസ് എ ജെൻസി നമുക്ക് അങ്ങനത്തെ ബുക്സിനോട് ഇഷ്ടം വരണം എന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഓൾറെഡി ആ ഒരു വായിച്ചിട്ടുള്ള ഹാബിറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ അങ്ങനത്തെ ബുക്സ് ഇഷ്ടപ്പെടാൻ പറ്റുള്ളൂ. ദാറ്റ്സ് ദ പോയിന്റ്. ആൻഡ് ഞാൻ 7th പഠിക്കുന്ന സമയത്ത് എനിക്ക് വായിക്കണം എന്നുള്ള ഇഷ്ടത്തിൽ ഞാൻ പോയി വായിച്ചത് ആൻ ഫ്രാങ്കിന്റെ ഡയറി കുറിപ്പായിരുന്നു, അന്ന് ഈ ഹിറ്റ്ലറിന്റെ കഥയൊക്കെ കേട്ടിട്ട്. ബട്ട് ഞാൻ ആ ബുക്ക് പകുതിക്ക് വെച്ച് നിർത്തിയിട്ട് പിന്നെ ഞാൻ എൻ്റെ വായന സ്റ്റാർട്ട് ചെയ്യുന്ന 10th കഴിഞ്ഞതിന് ശേഷമാണ്. അറിയില്ല, മേ ബി അതൊരു ചരിത്രം അല്ലെങ്കിൽ ഹിസ്റ്ററി ലെവലിലേക്ക് പോയത് കൊണ്ടായിരിക്കാം അങ്ങനെ വന്നത്. അല്ലെങ്കിൽ ഇഫ് യു ആർ എ പേഴ്സൺ ടു എന്താ പറയാ, നിങ്ങൾക്ക് ഹാബിറ്റ് കൊണ്ടുവരണം എന്നുള്ള ആളാണെങ്കിൽ സ്റ്റാർട്ട് വിത്ത് സ്മോൾ ബുക്സ്. ചെറിയ ചെറിയ കഥകൾ ഉണ്ടാവുമല്ലോ. ഇംഗ്ലീഷ് സ്റ്റാർട്ട് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ കുഞ്ഞു കുഞ്ഞു കഥകൾ, അല്ലെങ്കിൽ നമ്മൾ ഈ ഫേമസ് 5ന്റെ ഒരു സീരീസ് ഉണ്ട്, 20ഓളം സാധനങ്ങൾ വരുന്നത് ഫേമസ് 5. അത് കഴിഞ്ഞാൽ ഒരു സിമ്പിൾ അഡ്വഞ്ചറസ് ആയിട്ടുള്ള സ്റ്റോറീസ് ആണ് അതിൽ പറയാ. ബട്ട് നമുക്ക് നല്ല രസത്തിൽ വായിച്ചിരിക്കാം. അതായത് ഒന്നും മനസ്സിലാവാത്ത ഒരാൾക്ക് എന്തെങ്കിലുമൊക്കെ മനസ്സിലാവുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ കുഞ്ഞു കുഞ്ഞി ചാപ്റ്റേഴ്സ്, അല്ലെങ്കിൽ നമുക്ക് ഈ ചാർലി ആൻഡ് ദ ചോക്ലേറ്റ് ഫാക്ടറി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ബുക്സ് ഉണ്ട്. അതിൽ തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈവൻ എത്ര വായനയോട് ഇഷ്ടമില്ലാത്ത ആൾക്കാരാണെങ്കിലും മെല്ലെ മെല്ലെ സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് അറ്റോമിക് ഹാബിറ്റ്സ് പോലെ അല്ലെങ്കിൽ ഭയങ്കര കോംപ്ലക്സ് ആയിട്ടുള്ള ഏത് വായനയിലേക്ക് പോകാൻ എനിക്ക് തോന്നുന്നു. കുഞ്ഞു കുഞ്ഞു ബുക്സിൽ സ്റ്റാർട്ട് ചെയ്യുക, അതാണ് അതിൻ്റെ ഒരു മേ ബി ഒരു പോയിന്റ്. അല്ലെങ്കിൽ പിന്നെ സാറ് പറഞ്ഞ പോലെ ഈ ഖദീജ ഏറ്റവും പ്രിയപ്പെട്ടനോട് ഈ അടുത്ത് അത്ര ഹിറ്റ് ആവാത്ത എന്നാൽ അടിപൊളിയായിട്ടുള്ള ഒരു ബുക്ക് ഉണ്ട്, എൻ്റെ അരുമയായ പക്ഷിക്ക് എന്ന് പറഞ്ഞിട്ട്. എൻ്റെ അരുമയായ പക്ഷിക്ക് നമ്മളിങ്ങനെ ഞാനത് വായിച്ചു തീർത്ത 5 മണിക്കൂർ കൊണ്ട് ഞാനത് വായിച്ചില്ല. ഏകദേശം 200 എബോവ് പേജസ് ഉണ്ട് അതിൽ. നമുക്കത് ആസ്വദിക്കാൻ പറ്റുക, ഇങ്ങനത്തെ കേസസിൽ നമുക്കത് ആസ്വദിക്കാൻ പറ്റുക നമ്മൾ അത്രയും വായിച്ചു തുടങ്ങിയാൽ മാത്രമാണ്. അപ്പൊ നിങ്ങൾ പറഞ്ഞ പോലെ നമ്മൾ ചൂസ് ചെയ്യുന്ന ബുക്സിൽ നമ്മൾ ഭയങ്കര കോഷ്യസ് ആയിരിക്കണം. അതായത് അത് പറ്റുമോ ഇല്ലേ എന്നുള്ള കാര്യം എനിക്ക് തോന്നിയ ഒരു കാര്യമാണ്. അതെ അതെ, തീർച്ചയായിട്ടും അങ്ങനെയാണത്. ഒരിക്കലും സ്റ്റാർട്ടിങ്ങിൽ പോയിട്ട് കടവിട്ട് പുസ്തകം കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് ആ വായനയുടെ മരിക്കുകയാണ് ചെയ്യുക. അതോടുകൂടി കുട്ടി വായന അവസാനിപ്പിച്ചു എന്നുള്ളൊരു സാധനമൊക്കെ വരാറുണ്ട്. പിന്നെ കവിതയ്ക്ക് ഇഷ്ടമുള്ളവരാണെങ്കിൽ നമ്മളെ വീരാൻകുട്ടി മാഷിന്റെ കവിത വളരെ മനോഹരമായിട്ട്, എന്താ പറയാ, ലളിത ഭാഷയിൽ കുറെ കഥ പറയുന്ന എല്ലാവർക്കും എന്താ പറയാ ഇഷ്ടപ്പെടുന്ന മനസ്സിലാവുന്ന തരത്തിലാണ്. കവിത ഇഷ്ടമുള്ളവരാണെങ്കിൽ, കവിത ഞാൻ ഉദ്ദേശിച്ചത് ഗഡുകെട്ടി അർത്ഥമുള്ളതല്ല. ചിലപ്പോൾ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ കോട്ട്സ് ആയി കാണാറൊക്കെ ഉണ്ടല്ലോ, അത് പലപ്പോഴും കവിതന്റെ വരിയെന്ന് ചിലർക്കൊന്നും അറിയൂല. ഈ അടുത്ത് ട്രെൻഡ് ആയിട്ടുണ്ടായിരുന്നു, 2 പേർക്കിടയിൽ സ്നേഹം കൂടുതൽ ആർക്കാണുള്ളതെന്ന് അറിയണമെങ്കിൽ മഴ നനഞ്ഞത്, ആരാണ് കൂടുതലും മഴ നനഞ്ഞത്, അങ്ങനെ എന്തോ ഒരു ലൈന്. അപ്പൊ അങ്ങനത്തെ ഒക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ചർച്ച വഴി തെറ്റിപ്പോയോ എന്നൊരു സംശയം. സ്റ്റാർട്ട് ചെയ്തോളൂ. അല്ലല്ല, ഞാനേ നേരത്തെ ഒരാളിവിടെ സംസാരിച്ചില്ലേ, അതാരാണെന്ന് ആർക്കും അറിയണ്ടാവല്ലോ, വീഡിയോ മോളിൽ ഇല്ലാത്തോണ്ടേ. അത് നമ്മുടെ കൂടെ JCIന്റെ ആൾക്ക് 10-18 എത്ര വയസ്സായി? 17-18 16 കഴിഞ്ഞ് 17ലേക്ക് എത്തുന്നു. 17ലേക്ക് എത്തിയിട്ടേ ഉള്ളൂ. പക്ഷെ ആള് JCI ക്ലബിലൊക്കെ ഒന്ന് സംസാരിക്കുന്ന കേട്ട ഞെട്ടിക്കിട്ടോ, സത്യം വെറുതെ പറയല്ല. അത്രയും വായനാശീലം ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഈ ഈ എലി 4ാമത്തെ ഹോളിലേക്ക് ഓട്ടോമാറ്റിക്കലി പോകുന്നു പറഞ്ഞ പോലെ മനസ്സിൽ ഒരുപാട് കാര്യങ്ങൾ വായിച്ച് റെക്കോർഡാകുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കാൻ തുടങ്ങിയാണ്ടല്ലോ, വായിച്ച എല്ലാ ബുക്കിന്നുള്ള കണ്ടന്റുകൾ ഇങ്ങനെ പറന്ന് വരിക ചെയ്യും. നമ്മളുടെ ബേസൽ ഗാംഗ്ലിയ എന്ന് പറഞ്ഞിട്ട് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞിട്ടുണ്ട്. നമുക്കൊരു ബേസൽ ഗാംഗ്ലിയ എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ നട്ടെല്ലിന്റെയും തലച്ചോറിനെയും കണക്ട് ചെയ്യുന്നുള്ള ഒരു ന്യൂറോൺസിന്റെ ഒരു കലക്ഷൻ ഉണ്ട്. അതിനെക്കുറിച്ച് ഒരു വീഡിയോ ഇപ്പൊ നാളെ ഇറങ്ങും. അപ്പൊ ആ കലക്ഷൻ ഇങ്ങനെ നമുക്ക് എന്ത് വരും, മെസ്സേജസ് ഇങ്ങനെ വരും. ഇത് പറഞ്ഞോ അത് പറഞ്ഞോ. കാരണം ഒരുപാട് സംഭവങ്ങൾ ഓൾറെഡി സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ചില ആൾക്കാർ പറയും എനിക്ക് ഭയങ്കര പബ്ലിക് സ്പീക്കർ ആണ്, പക്ഷെ ബുക്ക് വായിക്കാനൊന്നും പറ്റൂല എന്ന് പറയും. നിങ്ങൾക്ക് ഏടുന്നാ പിന്നെ ഇത് പറയാനുള്ള കാര്യങ്ങൾ കിട്ടുക? ഇങ്ങനെ ആവിന്ന് വരുമോ? ഇത് ഏടുന്നെങ്കിലും പഠിക്കണ്ടേ? ഏടുന്നെങ്കിലും ബുക്ക് വായിച്ചിട്ടോ വീഡിയോ കണ്ടിട്ടോ പഠിക്കണ്ടേ? അപ്പൊ ഇതന്നെ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യാൻ കൂടി വേണ്ടിയിട്ടാണ്. ആള് ശരിക്കും 16-17 വയസ്സുള്ള ആളെ പോലെ അല്ല സംസാരിക്കാറ്. കാണാനൊക്കെ ചെറുതാണ്, പക്ഷെ ആള് ഇൽമോണ്ട് അറിവോണ്ട് ഉഷാറാണ്, വിഷ്ണുനൊക്കെ പോലെ തന്നെ. അപ്പൊ അതുകൊണ്ട് അതാണ് ഡിഫറൻസ്. ഞാൻ പറയുന്നത് ഒരാളെ ഒരു ലീഡർ ആക്കി മാറ്റുന്നതിന് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന നിങ്ങൾ വെറുതെ ഒന്നും ChatGPT ഗൂഗിളിലോ എവിടെയെങ്കിലും അടിച്ചു നോക്കിയാൽ മതി, ദ ബെസ്റ്റ് ഹാബിറ്റ് ഓഫ് സക്സസ്ഫുൾ പീപ്പിൾ ഇൻ ദ വേൾഡ് എന്ന് അടിച്ചു നോക്കിയാൽ മതി. വൺ ഓഫ് ദി ബെസ്റ്റ് ഹാബിറ്റ് അത് എന്തായാലും റീഡിങ് ബുക്സ് ആയിരിക്കും.
നിങ്ങൾ എടുത്തു നോക്കിയാൽ മനസ്സിലാവും. അപ്പൊ അത് എത്ര വലിയ ഇപ്പം നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അത് ചില ആൾക്കാർ മറ്റുള്ളവരൊന്നും ചിന്തിക്കാത്ത രീതിയിലുള്ള ചിന്തകളിലേക്ക് പോകുന്നതൊക്കെ എന്തുകൊണ്ടാണ്? അപ്പോൾ അത് ഒരു ഏത് ആളുകളുടെ ബുക്കിന്റെ കോമ്പിനേഷൻ ആണോ അവർ വായിച്ചിട്ടുള്ളത്, ആ കോമ്പിനേഷൻ അനുസരിച്ച് ഓരോ ബുക്ക് വാങ്ങുമ്പോഴും ഓരോ മെമ്മറി കാർഡായിട്ട് സേവ് ആവുകയല്ലല്ലോ ചെയ്യുന്നത്. ഓൾറെഡി ഉള്ള നമ്മളുടെ എക്സ്പീരിയൻസും മനസ്സിലുള്ള ഐഡിയകളിലേക്കും ഇത് വന്ന് മിക്സ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മിക്സായി എന്താവും, മറ്റുള്ളവര് ആ ബുക്കിൽ പറഞ്ഞ കാര്യങ്ങളും കൂടി കൂട്ടിക്കൊണ്ട് പുതിയൊരു ഐഡിയ ആയിട്ട് നമ്മളുടെ മനസ്സിൽ വരാൻ തുടങ്ങും. ചിന്തകളാണ് ഈ ഭൂമിയിലുള്ള എല്ലാ പണത്തിന്റെയും ഫസ്റ്റ് ഘടകട്ടോ. ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ടെന്ന് പറയുമ്പോൾ എല്ലാ സാധനങ്ങളും നമ്മൾ ലോകത്തിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ എന്താണ് സർവീസ് ആയിട്ടും പ്രൊഡക്റ്റ് ആയിട്ടും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ സാധനങ്ങളും മനുഷ്യന്മാരുടെ ചിന്തകളിൽ നിന്ന് വന്നതാണ്. ആ ചിന്ത പരിപോഷിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് പുസ്തകങ്ങൾ വായിക്കണം എന്ന് പറയുന്നത്. അത് വായിക്കുന്ന ആളുകൾ വളരെ സെലക്റ്റീവ് ആയിട്ട് വായിക്കുക, നല്ല പുസ്തകങ്ങൾ നോക്കി സെലക്ട് ചെയ്ത് വായിക്കുക, സെൽഫ് ഹെൽപ്പ് ബുക്സോ അല്ലെങ്കിൽ ഇതേപോലെ വായിക്കാൻ എളുപ്പമുള്ളത് സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അങ്ങനെ പോവുക. അല്ലാത്തവരാണെങ്കിൽ ഇപ്പൊ ആൽക്കമിസ്റ്റിന്റെ മലയാളം ബുക്കൊക്കെ എടുത്ത് വായിച്ചാൽ ആർക്കും മനസ്സിലാവും, അടിപൊളി ബുക്കാണ്. ആൽക്കമിസ്റ്റ് ഒക്കെ ഓക്കെയാണ്, ഏത് തുടക്കക്കാർക്കും വായിച്ചാൽ കണക്ട് ആവും. ഒരുപാട് ഡെപ്തിൽ പോകുന്നുണ്ട് കുറെ കാര്യങ്ങൾ. ഇപ്പം ആത്മീയപരമായിട്ടാണെങ്കിലും നമ്മളുടെ ഫെയ്ത്ത് കാര്യങ്ങള്, ഒരുപാട് കാര്യങ്ങൾ, മാനിഫെസ്റ്റേഷൻ, ഒരുപാട് കാര്യങ്ങൾ പോകുന്നുണ്ടായിരുന്നു. അപ്പൊ അത് ഇങ്ങനത്തെ കാര്യങ്ങളൊന്ന് ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിക്കാം. പിന്നെ മിസ്ന, നമ്മളെ ഷദ മഹമ്മൂദിന്റെ കൂടെ ഒരാളും കൂടെ വരുന്നുണ്ടെന്ന് പറഞ്ഞു കേട്ടോ. ഞാൻ ഓക്കെ പറഞ്ഞത്, കാരണം ഒറ്റയ്ക്ക് വരാൻ കണ്ണൂരിന് വരികയാണല്ലോ. അപ്പൊ അതുകൊണ്ട് നമ്മളെ സംസാരിക്കുന്ന നമ്മളെ സ്പീക്കറെ ബുക്കിന്റെ പേരൊന്ന് വായിച്ചു കൊടുത്തോട്ടെ. നിങ്ങൾ വായിച്ചോളൂ. ഞാൻ അയച്ചു കൊടുത്തല്ലോ ബുക്കിന്റെ പേര്. പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ റെക്കോർഡിങ്സ് വാച്ച് ചെയ്യുന്നുണ്ടാവുമല്ലോ. ഓക്കെ. ആൽക്കമിസ്റ്റ്, പൗലോ കോലോ, തിങ്ക് ലൈക്ക് എ മോങ്ക്, ജയശെട്ടി, ഓസം കപ്പ്, സമീർ ജി.പി, പവർ ഓഫ് യുവർ സബ് കോൺഷ്യസ് മൈൻഡ്, ജോസഫ് മർഫി, ടേൺ യുവർ പാഷൻ ഇൻ ടു പ്രോഫിറ്റ്, സായ് മിസ്റ്റിക്, ഗൈഡഡ് കോഡ്, അദ്നാൻ ഹാദി, $1 million ഹാബിറ്റ്സ്, ബ്രയാൻ ട്രേസി, ദ മോങ്ക് ഹു സോൾഡ് ഹിസ് ഫെറാറി, റോബിൻ ശർമ്മ, ദ സീക്രട്ട്, റോണ്ട ബയൻ. ഇതൊക്കെ മലയാളം ഉണ്ട് കേട്ടോ. ഗെറ്റ് റിച്ച് നൗ, ബ്രയാൻ ട്രേസി, ആറ്റോമിക് ഹാബിറ്റ്സ്, ജെയിംസ് ക്ലിയർ. ഇത് തുടങ്ങിക്കോളി. ആരെങ്കിലും ഇങ്ങനത്തെ സെൽഫ് ഹെൽപ്പിലേക്ക് കയറുന്ന ആൾക്കാരുണ്ടെങ്കിൽ ആറ്റോമിക് ഹാബിറ്റ്സിൽ തുടങ്ങിക്കോളി, മലയാളം വേർഷൻ. അത് ഓക്കെയാണ്. പിന്നെ കോമ്പൗണ്ട് എഫക്റ്റ്, ഡാരൻ ഹാഡി, അടിപൊളി ബുക്ക് കേട്ടോ. ഞാൻ സെൽഫ് ഹെൽപ്പിൽ ഫസ്റ്റ് വായിച്ച ബുക്കാണ്. ആ വായിച്ചതിന് ശേഷമാണ് ഞാൻ ഇത് തുടങ്ങിയത്, യുണീക് ടോക്ക് തുടങ്ങി. ഇപ്പൊ 45 ആഴ്ചയായി. ആ കോമ്പൗണ്ട് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഹാബിറ്റിന്റെ, നമ്മളുടെ ഡെയിലി ലൈഫിലെ ഹാബിറ്റ്സിന്റെ പവറാണ് അതിൽ പറയുന്നത്. നമ്മൾ എന്താ സംഭവിക്കാന്നറിയോ? നമ്മൾ ആദ്യമൊക്കെ ചെയ്യുമ്പോൾ റിസൾട്ട് ഒന്നും കാണൂലേ. 1 വർഷം ചെയ്ത് ചിലപ്പോൾ ഒരു 1.5 വർഷം 2 വർഷമൊക്കെ ആകുമ്പോഴത്തേനും ചെറുങ്ങനെ എവിടുന്നോ ഇങ്ങനെ പൊങ്ങി വരുന്നത് കാണേ. ഇതൊരു 5 വർഷം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് പോകുമ്പോഴത്തേനും നിങ്ങൾ വേറെ ലെവലായി മാറിയിട്ടുണ്ടോ. ആദ്യത്തെ ആളെന്നെ ആയിക്കൂല. ഇപ്പൊ ജിമ്മിൽ പോകുന്ന ആളായിക്കോട്ടെ, കളിക്കാൻ പോകുന്ന ആളായിക്കോട്ടെ, ബുക്സ് വായിക്കുന്ന ആളായിക്കോട്ടെ, ക്ലാസ് എടുക്കുന്ന ആളായിക്കോട്ടെ, വരയ്ക്കുന്ന ആളായിക്കോട്ടെ, ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള എന്തെങ്കിലും ലീഡർഷിപ്പ് പൊസിഷനിൽ ഇരിക്കുന്ന ആളായിക്കോട്ടെ, എന്ത് ലെവലുള്ള ആളാണെങ്കിലും നിങ്ങൾ വേറെ ലെവലിലേക്ക് എന്ന് പറഞ്ഞാൽ ആൾക്കൊരിക്കലും നമ്മൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള മാറ്റങ്ങൾ ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ടാവും. നമ്മൾ പോലും അറിയാതെ കേട്ടോ. നമ്മൾ ഓരോ ദിവസവും ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ ബ്രാൻഡ് ബിൽഡ് ആവുന്നുണ്ട്, നമ്മളുടെ ഫിനാൻഷ്യൽ കാര്യങ്ങൾ ബിൽഡ് ആവുന്നുണ്ട്, നമ്മുടെ ടീം ബിൽഡ് ആവുന്നുണ്ട്, ഓരോ കാര്യങ്ങളും മെല്ലെ 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 ഇങ്ങനെ. അതെന്താ, അത് കൺസിസ്റ്റന്റ് ആയിട്ട് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു കാര്യം എടുത്താൽ മതി. ഞാൻ എന്റെ കേസിലാണെങ്കിലും ഇപ്പൊ 10-18, ഇപ്പൊ നേരത്തെ 23 ആൾക്കാരോടെ. അപ്പൊ ആ രീതിയിൽ ആൾക്കാർ വരുന്നത് എന്തെങ്കിലും ഒന്ന് കിട്ടുകയാണെങ്കിൽ എന്നുള്ള രീതിയിലല്ലേ. നമ്മളിപ്പോ ഞാൻ പറഞ്ഞു തന്നെ ആയിക്കൊള്ളുന്നില്ല. ചിലപ്പോൾ മിസ്സിനെ പറയുന്നതായിരിക്കും. നമ്മൾ ചിലപ്പോൾ എവിടെ ഇരിക്കുന്ന ഇലിയാസ്ക പോലുള്ള അല്ലെങ്കിൽ ഹിജാസ് ബ്രോ പോലെ ആരെങ്കിലും ഒക്കെ പറയുന്ന കാര്യം, സത്യൻ സാർ പോലെ ആരെങ്കിലും ഒക്കെ പറയുന്ന കാര്യങ്ങൾ കിട്ടിയാലും മതി. പക്ഷെ ഇങ്ങനത്തെ കാര്യങ്ങളിലേക്ക് വരാൻ ആളുകൾക്ക് മനസ്സ് വരുന്നത് എന്തുകൊണ്ടാണ്? എന്തെങ്കിലുമൊക്കെ എപ്പോഴെങ്കിലും കിട്ടിയിട്ടായിരിക്കില്ലേ ആരെങ്കിലും ഷെയർ ചെയ്യുന്നത്. ഇങ്ങനെ ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാൻ പറ്റിയപ്പോ ഇപ്പൊ വേറെ ആരെങ്കിലും ഒറ്റയടിക്ക് ഇപ്പൊ നാളെ ഞാൻ ഒരു ക്ലാസ് കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ നടക്കും. ആദ്യത്തെ ക്ലാസ്സിലൊന്നും ആരും ഇല്ലായിരുന്നു. ആദ്യത്തെ ക്ലാസ്സിൽ ഞാനും എനിക്ക് തോന്നുന്നു തസ്രി മാമും 2-3 ആൾക്ക്. മിസ്സിനെ വന്നതിന് ശേഷമല്ലേ നമ്മൾ യൂണിക് ടോക്ക് തുടങ്ങി. അതെ. മൈൻഡ് ലിഫ്റ്റിന്റെ അവിടുന്ന്. യെസ്, മൈൻഡ് ലിഫ്റ്റ് എന്നാണ് മിസ്സിനെ കിട്ടിയതും. അതിന് ശേഷമാണ് യൂണിക് ടോക്ക് തുടങ്ങി. ആ സമയത്ത് ഡാരൻ ഹാഡിന്റെ ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. യെസ്, കറക്റ്റ് ആണ്. ഏതായാലും അതുകൊണ്ട് ഇപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പൊ നമ്മൾ 10-23 ആൾക്കാർ മാത്രമേ ഇവിടെ കാണുന്നുണ്ടാവും. പക്ഷെ ഈ വീഡിയോ എത്ര ആൾക്കാർ കാണുമെന്ന് പറയും യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ
ഇത് ഓരോ ദിവസവും ആളുകൾ കണ്ടോണ്ടിരിക്കും. നമ്മൾ പോലും അറിയാതെ ഈ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് ഏതെങ്കിലും ഒരു വീഡിയോ ആൾക്ക് ഇഷ്ടപ്പെട്ടാൽ മതി, ഓല് നമ്മളോട് ഒന്നും ചോദിക്കാതെ നമ്മൾക്ക് ബിസിനസ് ആയിട്ട് മാറും. ദാറ്റ് മീൻസ് നമ്മളിലേക്ക് കോച്ചിങ്ങിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി വരും, ഹെൽപ്പിന് ചോദിച്ചു വരും, മെന്ററിങ്ങിന് വേണ്ടി വരും. നമ്മൾ സംസാരിക്കുന്ന രീതിയിൽ ഒന്നും ആയിരിക്കില്ല ആളുകൾ നോക്കുക. അവർക്ക് കിട്ടേണ്ട എന്തെങ്കിലും ഒന്ന് കിട്ടിയാൽ മതി. അത് ഏതെങ്കിലും ഒരു വീഡിയോ ആയിരിക്കും, അത് യൂട്യൂബ് വീഡിയോ തന്നെ വേണമെന്നില്ല, റീൽസ് തന്നെ ആയിക്കോട്ടെ. ഇപ്പൊ നമ്മളുടെ പ്രോഗ്രാംസിന് ജോയിൻ ചെയ്യുന്ന എല്ലാവരും ഏതെങ്കിലും റീൽ കണ്ട് വന്ന ആൾക്കാരായിരിക്കില്ലേ. നമ്മൾ ആലോചിച്ചു, അതാണ് ഇതിന്റെ പവർ എന്ന് പറഞ്ഞത്. നമ്മൾ ആദ്യമൊക്കെ ചെയ്യുമ്പോൾ ആരും വരുമൊന്നും ഉണ്ടാവില്ല, ഒന്നോ രണ്ടോ ആൾക്കാർ, പിന്നെ മെല്ലെ 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 പിന്നെ ഒരു ലെവലായിട്ട് എത്തിയാണ്ടല്ലോ, പിന്നെ ഒരു പോക്ക. നമ്മൾ ഇതെന്താ ഇപ്പൊ സംഭവിച്ചത്, ഇത് എവിടെ നിന്ന് എത്ര ആൾക്കാരൊക്കെ വന്ന്, എന്താ സംഭവം? നമ്മൾ വർഷങ്ങളായിട്ട് എടുക്കുന്ന എഫേർട്ടിന്റെ റിസൾട്ടാണ്. ചില ആൾക്കാർ പറയും, ഞാൻ ഇപ്പോ 2-3 ആഴ്ചയായി വീഡിയോ ഒക്കെ ചെയ്യുന്നത്, റിസൾട്ട് ഒന്നും കിട്ടി തുടങ്ങിയില്ല. ശരി എത്തിയാലോ എന്ന് ആലോചിക്കുകയാണ്, പൈസ ഒന്നും ഇല്ല ഇനി. ഇങ്ങനെ ഞാൻ പറയും, ഇതേ സിറ്റുവേഷനിൽ കൂടെ 2022-2021 സമയത്ത് നമ്മളിങ്ങനെ എത്ര പ്രാവശ്യം നടന്നതാണ്, എന്തൊക്കെ ചിന്തിച്ചിട്ടുണ്ട്, ഒരുപാട് പൈസ ഇങ്ങനെ മുടക്കിയിട്ട്. ഇപ്പോഴാണ് ഒന്ന് സംഭവങ്ങൾ റിട്ടേൺസ് വന്നു തുടങ്ങിയത് തന്നെ. അപ്പൊ നിങ്ങൾ വിചാരിക്കും എന്ത് ബിസിനസ്, അതായത് ഈ കോച്ചിങ് ബിസിനസ് മാത്രമല്ല ഞാൻ പറയുന്നത്, എന്ത് ബിസിനസ് തന്നെ ആയിക്കോട്ടെ, ജീവിതത്തിൽ എന്ത് ബിസിനസ് തന്നെ ആയിക്കോട്ടെ, കുറച്ചൊരു സമയം എടുക്കുക അതിൽ നമ്മളൊന്ന് കലങ്ങി തെളിയാൻ. ആ കലങ്ങി തെളിഞ്ഞ് കഴിഞ്ഞാണ്ടല്ലോ പിന്നെ അങ്ങനെ പോയിക്കോളും. അത് നമ്മൾ അപ്പോഴും അപ്ഡേഷൻസ് നിർത്തരുത് കേട്ടോ. നമ്മൾ കലങ്ങി തെളിഞ്ഞ് വിചാരിച്ചിട്ട് അപ്ഡേഷൻസ് ഇപ്പോഴും ഇപ്പൊ വായിച്ചുകൊടുക്കുന്ന ബുക്കാണ് ബിക്കമിങ് യു. ഇതാരെങ്കിലും ഇത് വായിച്ച ആരെങ്കിലും ഉണ്ടോ അവിടെ? ബിക്കമിങ് യു എന്ന് പറഞ്ഞ ബുക്ക്, സൂസി വെൽഷ് എന്ന് പറഞ്ഞ, നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? ഇലിയാസ്ക വായിച്ചിരിക്കുന്നത്? അതിന്റെ ഇതൊന്ന് പറഞ്ഞത് ഏകദേശം ഒരു ഐഡിയ. ഞാൻ ഞാൻ കുറെ ഫുള്ള് മുമ്പ് വായിച്ചില്ല. ജസ്റ്റ് തുടങ്ങി വെച്ച പുസ്തകമായിരുന്നു, ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. ഇപ്പൊ നിലവിലിപ്പോ ഒരു പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുകയാണ്, കയ്യിലുണ്ട് സാധനം. ഞാനിപ്പോ 80-ാമത്തെ പേജിൽ എത്തിക്കുന്നത്. ഒരു ലൈഫ് ഓർഗനൈസിങ് സ്കിൽ, വാല്യൂസ് ബ്രിഡ്ജ് അസസ്മെന്റ് എന്ന് പറഞ്ഞിട്ട്, ഇതൊക്കെ ശരിക്കും നമ്മളെ യൂണിക്നെസ്സിലേക്ക് ഹെൽപ്പ് ചെയ്യുന്ന സാധനങ്ങളാണ്. അടുത്ത പ്രോഗ്രാമിലേക്ക് അതൊക്കെ വരും ഇൻഷാ അല്ലാഹ്. അപ്പൊ അങ്ങനെ അപ്ഡേഷൻ വേണമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. അപ്പൊ ഇനി അധികം വെച്ച് കിട്ടുന്നില്ല. നാളത്തെ പ്രോഗ്രാമിന് ആരെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ വരിട്ടോ. നാളെ നമ്മൾ യൂണിക്നെസ് ഫെസ്റ്റ് 4ാമത്തെ നടക്കാൻ ഗോകുലം ഗ്രാൻഡ് ഹോട്ടൽ കോഴിക്കോട് 9 മണി മുതൽ 5 മണി വരെയാണ് നടക്കുന്നത്. സത്യൻ സാറൊക്കെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, വേറെ ആൾക്കാരോട് രജിസ്റ്റർ ചെയ്തൊക്കെ കാണുന്നുണ്ട്. അനൗൺസ്മെന്റ് ഒന്ന് സ്പീഡ് വർക്ക് എന്നിട്ട് അല്ലെ ഇനിയിപ്പോ രജിസ്റ്റർ ചെയ്തിട്ട് രാവിലെ വരികയെന്നൊക്കെ പറഞ്ഞ ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ പിന്നെ കോഴിക്കോട് തന്നെയുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ അതിന് അത്ര സ്പീഡ് പറഞ്ഞു. ആയിക്കോട്ടെ, ഏതായാലും താങ്ക് യു സോ മച്ച്. വേറെ ഒന്നുമില്ലല്ലോ? ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ? ജസീർ സാർ പറഞ്ഞോളൂ. ആക്ച്വലി ഞാന് നിങ്ങളുടെ ഈ ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ടാണ് ആദ്യമായിട്ട് യുണീക്നെസിന്റെ ഫോളോ ചെയ്യുന്നതും മെസ്സേജ് അയക്കണതൊക്കെ. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി നാളത്തെ പ്രോഗ്രാമിന് എനിക്ക് ലീവ് കിട്ടിയില്ല. ഞാൻ കോഴിക്കോട് സൈലം ലേണിംഗിൽ വർക്ക് ചെയ്യാണ്, എൻട്രൻസ് എഡ്യൂക്കേറ്റർ ആണ്, സബ്ജക്ട് ബോട്ടണി ആണ്. പക്ഷെ എനിക്ക് ലീവ് കിട്ടിയില്ല. 2 മണിക്ക് ഞാൻ ഫ്രീ ആവും. 2 മണിക്ക് ശേഷം എനിക്ക് ആ സെഷനിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. എന്താന്നുള്ളത് ഇതുവരെ അറിയാത്തത് കൊണ്ട് 2 മണിക്ക് ചോദിക്കായിരുന്നു. സാറേ 2 മണിക്ക് ശേഷം ജോയിൻ ചെയ്യാൻ പറ്റും. 2 മണിക്ക് ശേഷം സെഷൻ വരുന്നത് റാഷിദ് സാറിന്റെ സെഷൻ 2 മണിക്ക് ശേഷമാണ് വരുന്നത്. 2 മണിക്കാണ് തുടങ്ങുക. ലഞ്ച് ബ്രേക്കിന് ശേഷമാണ് ഡോക്ടർ റാഷിദ് ഗസാലി സാറിന്റെ. സാറ് നാളെ ദുബായിൽ നിന്ന് വരികയാണ്, നാളെ രാവിലെ എത്തുള്ളൂ. അപ്പം ഉച്ചക്ക് 2 മണിന്റെ സെഷന് റാഷിദ് സാറിന്റെ ആണ്. പിന്നെ തസ്ലിമേമിന്റെ സെഷൻ. പറ്റുകയാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് വരാൻ വേണ്ടി. ഓ ആയിക്കോട്ടെ സാർ, ആയിക്കോട്ടെ. അവര് കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ജസീർ സാറാ തോന്നുന്നുണ്ട് അല്ലേ? അതെ ഞാൻ മെസ്സേജ് അയച്ചായിരുന്നു. അപ്പൊ ഞാൻ ഒന്ന് യൂണിക് ടോക്ക് ഒക്കെ ഇൻവൈറ്റ് ചെയ്തിരുന്നു, ഇതിന് എത്താൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോ. അപ്പൊ എനിക്ക് 2 മണിക്ക് വരാൻ പറ്റും, എൻട്രി പോസിബിൾ ആണെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം, മാക്സിമം 2-2:30 ആകുമ്പോഴേക്ക് എത്താൻ ശ്രമിക്കാം. ഓക്കെ സാർ. കയ്യിൽ നിന്ന് 2 മണിക്ക് എത്താൻ നോക്കിയിട്ട് സാറേ, കാരണം അതുവരെയുള്ള സെഷൻ ഇത് എൻറ്റയർലി ഡിഫറെന്റ് ടോപ്പിക്കാണ് റാഷിദ് സാർ കവർ ചെയ്യുന്നത്. റാഷിദ് സാറിന്റെ തന്നെ ഒരു യുണീക്നെസ്സിനെ പറ്റിയുള്ള ഒരു പെർസ്പെക്റ്റീവാണ് ഷെയർ ചെയ്യുന്നത്. അപ്പൊ അതെങ്കിലും ഫുള്ള് കിട്ടണമെങ്കിൽ സാർ 2 മണിയാകുമ്പോഴത്തേക്കും. ഇല്ല, ആക്ച്വലി എന്ത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് നാളത്തേല് മോർണിംഗ് ടു കംപ്ലീറ്റ് പറ്റാത്തതുകൊണ്ട് തന്നെ അതിന്റെ ഒരു ഇത് അറിയാം. പക്ഷെ എനിക്ക് നാളെ തന്നെ അധികം നീട്ടി വെക്കാതെ നാളെ തന്നെ ഈ സംഭവം എന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അടുത്തതിൽ ആദ്യം മുതലേ തുടങ്ങാലോ. ഞാൻ പെട്ടെന്നാണ് ലീവ് അപ്ലൈ ചെയ്തത്. എനിക്ക് എന്തായാലും ലീവ് സാങ്ഷൻ ആവാത്തതുകൊണ്ട് വരാൻ പറ്റാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ട് നിങ്ങളുടെ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ എന്താണെന്ന് അറിയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ടൈം ഓൺവേർഡ്സ് എന്ത് ചെയ്യാം, എനിക്ക് അറിഞ്ഞുകൊണ്ട് അതിലേക്ക് ജോയിൻ ചെയ്യാലോ. ഇനി നവംബറിലും ഡിസംബറിലൊക്കെ ആയിട്ട് അടുത്ത എഡിഷൻ ഉണ്ടാവും, വേറെ ഗസ്റ്റുകളൊക്കെ വെച്ചിട്ട് ഇൻഷാ അല്ലാഹ്.
ആരെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ പറയാം കേട്ടോ. അലിയൻസ മുക്താർ സാറ്, പിന്നെ ഡോക്ടർ റാഷിദ് ഗസാലി സാറ്, അഫ്സൽ മാജിദ് സാറ്, പിന്നെ തസ്നിമാന മാം, ഫൈവ് ഏറ്റവും സാർ, ഫേമസ് ആയിട്ടുള്ള അഫ്സൽ മാജിദ് സാർ ആട്ടോ. അതായത് യുണീക്നെസ് കോച്ച്, എന്താ ചെയ്യ- പിന്നെ സ്വന്തം ഇങ്ങനെ ഷിദ മഹ്മൂദ്, അങ്ങനെ കുറച്ച് ട്രെയിൻസ് ഒക്കെ ആയിട്ട്. എന്തായാലും സത്യൻ സാറൊക്കെ ജോയിൻ ചെയ്തിട്ടുണ്ട്. എന്തായാലും നാളെ വന്നിട്ട് കാണാം ഇൻഷാല്ലാ. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഫീഡ്ബാക്ക് അറിയിക്കാനുള്ളത്? ആദ്യമായിട്ട് ജോയിൻ പറഞ്ഞോളൂ. അല്ല ഇനി അധികം ഫീഡ്ബാക്ക് ഒന്നും വേണ്ട. നേരെ വേഗം കിടന്നു ഉറങ്ങുക, നാളെ രാവിലെ വേഗം എണീച്ച് വരിക. അതന്നെ. ആലോചിച്ചത് ആരെ കുറെ പുതിയ പേരുകൾ കണ്ടു. ആയിക്കോട്ടെ, നമുക്ക് അടുത്ത ആഴ്ച ചോദിക്കാം. അല്ല ഞാൻ ലീവ് ചെയ്യട്ടെ, നിങ്ങൾ ചോദിച്ചിരുന്നോളി. നിങ്ങൾ മെല്ലെ വന്നാളി. ഞാൻ നാളെ ക്ലാസ് എടുക്കാനുള്ളതാണ്. എന്നാൽ എല്ലാരോടും താങ്ക് യു സോ മച്ച്. സോറി, നമുക്ക് അടുത്ത ആഴ്ച ഫീഡ്ബാക്ക് ഒക്കെ പറയാം. നമുക്ക് ടൈം ഇല്ല. നാളെ രാവിലെ വരിട്ട് 9 മണിയാകുമ്പോൾ എത്തണേ. 8 മണിക്ക് എത്തും. ഇല്യാസ്ക, അസ്സലാമു അലൈക്കും. എല്ലാരോടും ബൈ ബൈ. നമുക്ക് അടുത്ത ആഴ്ച ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ ശരിക്കും എടുക്കാം കേട്ടോ. നമുക്ക് കുറച്ച് ബിസി ആയതുകൊണ്ടാണ്. അല്ലാണ്ട് നമ്മൾ എന്നും എല്ലാവരും സംസാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വൈൻഡപ്പ് ചെയ്യില്ല. ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ ലേറ്റ് ആയിട്ടില്ലേ? അപ്പൊ നമ്മൾ രാവിലെ 8 മണിക്ക് അവിടെ എത്തണം. ഞാനുള്ള മലപ്പുറത്താണ്. അപ്പോൾ നമുക്ക് യാത്ര ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് കേട്ടോ. പിള്ളേർക്ക് സോറി ചോദിക്കാണ്. അതിന് ജോയിൻ ചെയ്തതിന് ആദ്യം താങ്ക് യു അറിയിക്കാണ്. താങ്ക് യു. ബൈ.